എല്ലാവരും ഒരു സത്സംഗത്തിലിരിക്കുന്ന സമയത്ത് ആവുന്നതും നിവർന്നിരിക്കാൻ ശ്രമിക്കുക. നട്ടല് വളയാതെ നോക്കുക. നിങ്ങളുടെ എനർജി പാസ് ചെയ്യുന്നത് ആ വഴിക്കാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ആദ്യമായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ സ്വാഗതം ചെയ്യുന്നു. വളരെ വിശേഷപ്പെട്ടതായൊരു വിഷയമാണ് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളത് ഒന്നാണ്, ശ്രീമദ് നാരായണീയം എന്ന ഈ പ്രസിദ്ധമായിരിക്കുന്നതായ സ്തോത്രകാവ്യം ഉണ്ടാവാനുള്ളതായ നിമിത്തം എന്താണെന്നുള്ളത് എത്ര പേർക്ക് അറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ പുരാണ ഗ്രന്ഥങ്ങൾക്കും മഹാത്മ്യം എന്നുള്ളതായൊരു ഗ്രന്ഥം അല്ലെങ്കിൽ മഹാത്മ്യം എന്നുള്ളൊരു വസ്തു ഉണ്ട്. ആ മഹാത്മ്യത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ ഗ്രന്ഥത്തിനോടോ അല്ലെങ്കിൽ ആ അവസ്ഥയോടോ നമുക്കൊരു ഭക്തിയും പ്രിയവും തോന്നുന്നത്. അതുപോലെ ശ്രീമദ് നാരായണീയത്തിനും ഒരു മഹാത്മ്യ ഗ്രന്ഥം ഉണ്ട്. അത് പ്രചാരത്തിൽ വരുന്നേ ഉള്ളൂ. അതായത് കേരള സംസ്കൃത അക്കാദമി തൃശ്ശൂർ, അവിടുന്ന് ആ ഗ്രന്ഥം ആദ്യം ഇറങ്ങിയത്. പക്ഷേ ആ ഗ്രന്ഥം കിട്ടിയത് വളരെ പ്രസിദ്ധമായിരിക്കുന്നതായ ഒറവങ്കരയിലെത്തുന്നതാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് അങ്കിരസ് മഹർഷി രചിച്ചതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മസ്വ മഠം തൃശ്ശൂരും അവരും ആ ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്. നാരായണീയ ഗുരുവായൂരപ്പ ആശ്രമവും ആ ഗ്രന്ഥം വ്യാഖ്യാന സഹിതം ഇറക്കിയിട്ടുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ട് നാരായണീയം ഉണ്ടായി? എത്രയോ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ സ്തോത്രകാവ്യം എന്തുകൊണ്ട് പുറത്തു വന്നു? ഇതൊരു ചോദ്യമാണ് വാസ്തവത്തിൽ. നമുക്കെല്ലാവർക്കും അറിയാം, വാൽമീകി രാമായണം ആണ് ആദ്യത്തെ രാമായണം എങ്കിലും നമ്മളൊക്കെ പാരായണം ചെയ്യുന്നത് ആധ്യാത്മ രാമായണമാണ്. അതുപോലെ പൂന്താനത്തിൻ്റെ യാനപ്പാന, അതുപോലെ ഹരിനാമ സങ്കീർത്തനം തുടങ്ങിയിട്ടുള്ളതായ കാലോചിതമായിട്ടുള്ളതായ സ്തോത്രകാവ്യങ്ങൾ നമ്മളിപ്പോൾ പാരായണം ചെയ്യുന്നുണ്ട്. ആ വഴിക്ക് ഗുരുവായൂരപ്പനെ ഭജിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ത്രിവേണി സംഗമത്തിൽ വെച്ചിട്ട് മഹർഷിമാരുടെ ഒരു സത്രത്തിൽ വെച്ച് സാക്ഷാൽ വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനായിരിക്കുന്നതായ സൂതനോട് പറയുകയാണ്, കലികാലത്തിൽ 18,000 ശ്ലോകങ്ങളോ ഗ്രന്ഥങ്ങളോ എന്ന് പറയാവുന്നതായ ശ്രീമദ് ഭാഗവതം തുടർച്ചയായി ശ്രവിക്കാനോ അതിനെക്കുറിച്ച് മനനം ചെയ്യാനോ അതിനെ വേണ്ട പോലെ ഉൾക്കൊള്ളാനോ ഉള്ളതായ മനസ്സാന്നിധ്യമോ അല്ലെങ്കിൽ ബുദ്ധിവൈഭവമോ ക്ഷമയോ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭാഗവത സപ്താഹത്തിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇടയ്ക്കൊന്ന് തലകാട്ടി പോവും എന്നല്ലാതെ കണ്ട് കൃഷ്ണാവതാരത്തിന് വരും, രുക്മിണി സ്വയംവരത്തിന് വരും. ഏകാദശ സ്കന്ധമൊന്നും പറയാനുള്ള സമയവും കിട്ടില്ല. അത് ശ്രദ്ധിക്കാനും ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സൂതനോട് ചോദിക്കുകയാണ്, കലികാലത്തിൽ ഈ ബൃഹത് ഗ്രന്ഥം പാരായണം ചെയ്യാനോ മനസ്സിലാക്കാനോ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം സംസ്കൃത ഭാഷയെക്കുറിച്ചുള്ളതായ ജ്ഞാനം കുറവാണ് ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പോൾ ഒരു കാലത്ത് ഏവർക്കും അറിയാവുന്ന ശ്രേഷ്ഠ ഭാഷയായിരുന്നു സംസ്കൃതം. പിന്നെ അത് അത്രയൊന്നും പ്രചാരം ഇല്ലാണ്ടായി തന്നെ പറയാം. അപ്പം അന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ശ്രീമദ് ഭാഗവതം. ഇപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സൂതനോട് ചോദിക്കുന്നുണ്ട് മഹർഷിമാർ, ഇതിനെന്താ ഒരു പോംവഴി? നിങ്ങളുടെ ഗുരുനാഥനായിരിക്കുന്ന വേദവ്യാസ മഹർഷിക്ക് ഇതിനൊരു ഉപാധി കണ്ടുപിടിച്ചൂടെ ചോദിക്കുമ്പോൾ സൂതൻ പറയുന്നുണ്ട്, ഭാഗവതത്തിനോട് ഒപ്പം നിൽക്കാവുന്ന വേറെ ഗ്രന്ഥം ഉണ്ടാക്കാൻ ഇനി ഗുരുനാഥന് ബുദ്ധിമുട്ടാവും. പക്ഷേ ഭക്തജനങ്ങളുടെ അല്ലെങ്കിൽ കലികാല വൈഭവങ്ങളെ അറിയാവുന്ന സാക്ഷാൽ വൈകുണ്ഠമൂർത്തിക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താനുള്ളതായ അവസ്ഥയുണ്ട്. അത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളെക്കാൾ മുമ്പ് അറിയുന്നത് ഭഗവാനാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ പാലക്കാട് നിന്ന് സഞ്ചരിച്ച് ഇവിടെ വന്ന് ഈ സജ്ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 4 വാക്ക് പറയണം എന്ന് നിശ്ചയിച്ചത് ഞാനല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരല്ല.
ഇതിൻ്റെ പിൻഭാഗത്ത് ഏതോ ഒരു അജ്ഞാത ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് സ്വാമി ശ്രീനാരായണജി പറഞ്ഞ പോലെ നത്തിങ് ഈസ് ആക്സിഡൻ്റൽ ഓർ ഇൻസിഡൻ്റൽ, എവറിത്തിങ് ഈസ് പ്രീഡെസ്റ്റിൻഡ്. മുൻ നിശ്ചയപ്രകാരമാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത്. എൻ്റെ വ്യക്തി ജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും എല്ലാ തരത്തിലും ഏതോ ഒരു ശക്തി മുൻകൂട്ടി നിശ്ചയിച്ച പാതയിൽ കൂടിയിട്ടാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പാതയിൽ നിന്നും വ്യതിചലിക്കണമെങ്കിൽ അതേ പരമശക്തിയെ നമ്മൾ ഉപാസന കൊണ്ട് സ്വാധീനിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ വഴി വേണമെങ്കിൽ ഒന്ന് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈശ്വര അനുഗ്രഹദേവ പുംസാം അദ്വൈതവാസന. ഈശ്വര അനുഗ്രഹം ഇല്ലാതെ കണ്ട്, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇല്ലാതെ കണ്ട് ഗുരുവായൂർക്ക് തൊഴാൻ പോകാൻ പറ്റില്ല. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഇല്ലാതെ കണ്ട് ഒരാൾ ശബരിമല കാലുകുത്തില്ല. പഴനി ആണ്ടവൻ്റെ അനുഗ്രഹം ഇല്ലാതെ കണ്ട് ആരും മുരുകനെ കാണാനും പോവില്ല. സാക്ഷാൽ വിദ്യാധിരാജനായിരിക്കുന്നതായ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ അനുഗ്രഹം ഇല്ലാതെ കണ്ട് ഞാനിവിടെ വരില്ല. അദ്ദേഹം തോന്നിയിരിക്കാം ഞാനിവിടെ വരണം എന്ന്, അതുകൊണ്ട് ഞാൻ എത്തിയത് മാത്രമേ ഉള്ളൂ. ഇതിൽ എൻ്റെ ഭാഗം വളരെ കുറവാണ്. അനുഗ്രഹവർഷം കൊണ്ടാണ് ഞാൻ വന്നു ചേർന്നത് ഇവിടെ വാസ്തവത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ വൈകുണ്ഠമൂർത്തി ഇതിന് പരിഹാരമായിട്ട് വേദവ്യാസനെ വൈകുണ്ഠത്തിൽ വിളിച്ചു വരുത്തി പറയുന്നുണ്ട്, കലികാലത്തിലെ ജനങ്ങൾ ഒക്കെ തിരക്ക് പിടിച്ചവരാണ്. എവ്രിബഡി ഈസ് ബിസി. ഒരാൾക്കും ഇല്ല ഒന്നിന് സമയം. എന്നാൽ ഏറ്റവും പ്രധാനമായ വിഷയം, ലോകത്തിൽ ഏവർക്കും ഒരുപോലെ ഈശ്വരൻ കൊടുത്തിട്ടുള്ളത് സമയം മാത്രമാണ്, 24 മണിക്കൂർ. ബാക്കിയെല്ലാം തോത് വ്യത്യാസം വരാം, ധനമായാലും ആരോഗ്യമായാലും എല്ലാം ഒക്കെ. പക്ഷെ സമയം മാത്രം എല്ലാവർക്കും വളരെ നന്നായിട്ട് 24 മണിക്കൂർ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായാലും ഏത് മഹാത്മാക്കളായാലും എത്ര വലിയ ആൾക്കാരായാലും 24 മണിക്കൂർ തന്നെയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിനെ ധന്യമാക്കുന്നതായ ഒരു പ്രധാന വിഷയം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയും. നമുക്ക് ലഭിച്ചതായ സമയത്തിനെ എങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു, കലികാലത്തിലെ ജനങ്ങൾ കലിദോഷങ്ങളിൽപ്പെട്ട് കലികാലത്തിൻ്റെതായ കുറേ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീമദ് ഭാഗവതം വ്യക്തമായിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം തന്നെ നമുക്കറിയാം, പാരായണം മാത്രമാണ്. നമ്മളൊക്കെ സപ്താഹത്തിന് പോകുമ്പോൾ നമ്മുടെയൊക്കെ പേര് തന്നെ വായനക്കാരെന്നാണ്. അതായത് വായിക്കുന്ന ആൾ. അതിനപ്പുറത്തേക്കൊന്നും പറയില്ല. വായനക്കാരൻ വരുന്നു എന്ന് പറയാറുള്ളൂ. അപ്പോൾ വായന എന്ന് വെച്ചാൽ തന്നെ അർത്ഥം വേറെയാണ്. വായന പ്ലസ് ന, വായന. വായിൽ ഒതുങ്ങരുത്, അതകത്ത് കിടക്കണം എന്നർത്ഥം അവിടെ. ഇന്നിപ്പോൾ വായിൽ മാത്രമേ ഒതുങ്ങുന്നുള്ളൂ വാസ്തവത്തിൽ. അതുകൊണ്ട് പറഞ്ഞു, ഈ ശ്രീമദ് ഭാഗവതത്തിലെ പ്രധാന കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പല വൃത്തങ്ങളും അതുപോലെ ഉപമകളൊക്കെ ചേർത്തുകൊണ്ട് ഒരു സുന്ദരമായ കാവ്യം നിർമ്മിക്കണം വേദവ്യാസൻ കലികാല ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിന് കലിയുഗ ഭാഗവതം എന്ന് പേര് കൊടുക്കാം. അത് സ്തോത്രകാവ്യമായിരിക്കും എന്ന് വേദവ്യാസനോട് ഭഗവാൻ നേരിട്ട് നിർദ്ദേശിക്കുന്നുണ്ട് നാരായണീയ മഹാത്മ്യത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ശ്രീമദ് ഭാഗവതം പോലെ തന്നെ സപ്താഹ രീതിയിലോ അല്ലെങ്കിൽ ത്രയാഹമായിട്ടോ ഏകാഹമായിട്ടോ ഒക്കെ നാരായണീയ പാരായണം ചെയ്യുക മാത്രമല്ല, അതിനെക്കുറിച്ചുള്ളതായ, അതായത് ഭാഗവതത്തിനെ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഭഗവാന്റെ മുമ്പിൽ തന്നെ പ്രസിദ്ധീകരിച്ചതാണ് ശ്രീമദ് നാരായണീയം. മേൽപുത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. മേൽപ്പത്തൂരല്ല, മേൽപുത്തൂരാണെന്നും ഓർമ്മിക്കുക. ചിലപ്പോഴും മേൽപ്പത്തൂർ എന്ന് കേൾക്കാറുണ്ട്. മേൽപുത്തൂരാണ്. ഉപരിനവഗ്രാമം എന്നാണ് സ്വന്തം ഇല്ലത്തിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം മേൽപുത്തൂരിൽ നിന്നാണ്. അങ്ങനെയാണ് വേദവ്യാസനോട് പറഞ്ഞു, എൻ്റെ പേരിൽ തന്നെ നിങ്ങൾ അവതരിക്കും. നീലാനദി തീരത്ത്, ഭാരതപ്പുഴയുടെ തീരത്ത്, ചന്ദനക്കാവുന്ന സ്ഥലത്ത്. ആ ജനിച്ച കുറേ കാലം നമ്മുടെയൊക്കെ പോലെ തന്നെ ചെറുപ്പത്തിലെ ആ ഒരു വികൃതി ഉണ്ടല്ലോ, ആവേശവും കാര്യമൊക്കെ. അങ്ങനെ നിങ്ങളും എൻ്റെ മായപ്പെട്ട് കുറേ കാലം അങ്ങനെ കഴിച്ചു കൂട്ടും. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. ഇപ്പം നമുക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ് വാസ്തവത്തിൽ. ചെറുപ്പകാലത്തിലൊക്കെ ധാരാളം ഓടി നടക്കുകയൊക്കെ ചെയ്തു. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോഴാണ് എന്താണ് ജീവിതത്തിൻ്റെ പരമാർത്ഥം, സത്യം ഈശ്വരനെ പ്രാപിക്കലല്ലേ എന്നൊരു ചോദ്യം മനസ്സിൽ ഉണ്ടായതും അതിനനുസൃതമായിട്ട് ജീവിതത്തിനെ ഒന്ന് ക്രമീകരിക്കാൻ ശ്രമിച്ചതും. ഇനി ബാക്കിയൊക്കെ ഗുരുവായൂരപ്പൻ നോക്കിക്കോട്ടെ എന്ന് വിചാരിക്കേ തരുള്ളൂ.
അങ്ങനെയാണ് വേദവ്യാസനോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ പേരിൽ അവതരിക്കും. അങ്ങനെയാണ് ചന്ദനക്കാവ്, അതായത് ഭരതപ്പുഴയുടെ തീരത്ത് മെൽപ്പത്തൂർ ഇല്ലത്ത് പട്ടതിരിപ്പാട് ജനിച്ചത്. അത് വേദവ്യാസൻ്റെ അവതാരമാണെന്നാണ് നാരായണീയ ഗ്രന്ഥം പറയുന്നത്. അപ്പം അത് ആദ്യം അറിയുക. അങ്ങനെയാണ് നാരായണീയത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമാവുന്നത്. അപ്പോൾ കാലോചിതമായിട്ടുള്ളതായ ഒരു സ്തോത്രകാവ്യം ആണ് ശരിക്കും പറഞ്ഞാൽ ശ്രീമദ് നാരായണീയം. ഇന്നിപ്പോൾ ആ നാരായണീയത്തിൽ പറഞ്ഞ മഹാത്മത്തിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ തന്നെയും ശ്രീമദ് നാരായണീയത്തിൻ്റെ ഉപാസകരുണ്ടാവും. ലോകത്തിൽ എല്ലായിടത്തും നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, അതുപോലെ വടക്കേ ഇന്ത്യ, ഇവിടെയൊക്കെ നാരായണീയ ഉപാസകർ ധാരാളമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പോലും ഏറ്റവും കൂടുതൽ സംഘടനകളോ അല്ലെങ്കിൽ സമിതികളോ ഉള്ളത് നാരായണീയ സമിതികളാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. അതുകൂടാതെ ഞാൻ തന്നെ ഈ രംഗത്തേക്ക് വരുന്ന സമയത്തേക്കാൾ എത്രയോ കൂടുതൽ നാരായണീയ സമിതികൾ രൂപപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. അതെന്തുകൊണ്ടാണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നാരായണീയം കയ്യിലെടുത്തവർക്കൊക്കെ ഞാൻ പറയും, നാരായണീയം നിങ്ങൾ കയ്യിലെടുത്താൽ നാരായണീയം നിങ്ങളെ കയ്യിലെടുക്കും. അതാണ് ശ്രീമദ് നാരായണീയത്തിൻ്റെ ശ്രേഷ്ഠത. അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിലാണ് നാരായണീയ ഗുരുവായൂരപ്പ ആശ്രമം എന്നുള്ളതായൊരു സ്ഥാപനം തുടങ്ങാൻ തന്നെ കാരണം. ഞാനൊരു ഗൃഹസ്ഥനാണ്, കുട്ടികളൊക്കെ ഉണ്ട്. കുറേ കാലം ഔദ്യോഗിക ജീവിതമായിട്ട് ഇന്ത്യക്ക് പുറത്ത് കുറേ കാലം ഉണ്ടായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കാനുള്ളതായ അവസരം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ രംഗത്തേക്ക് പതുക്കെ കാല് വെച്ചത്. അത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് എനിക്ക് ഗുരുവായിട്ട് നിന്നതും എല്ലായ്പ്പോഴും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുരുവായിട്ട് നിൽക്കേണ്ടതും ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറയാം നമുക്ക് എല്ലാവരും. അപ്പോൾ നാരായണീയത്തിൻ്റെ ഉൽപ്പത്തി കാരണം പറഞ്ഞു. അപ്പോൾ സപ്താഹം പോലെ ചെയ്യാൻ ഞാൻ മിക്കവാറും നാരായണീയ സപ്താഹം ഇന്ത്യയിൽ പല സ്ഥലത്ത് ചെയ്തു കഴിഞ്ഞു. നോർത്ത് ഇന്ത്യയിലും കേരളത്തിലായാലും ഒക്കെ വളരെ രസകരമായിട്ടുള്ളതായ, കാരണം ഏറ്റവും വലിയൊരു പ്രത്യേകത വായിക്കാൻ കുറച്ചേ ഉള്ളൂ, പ്രഭാഷണത്തിന് കുറച്ച് കൂടുതൽ സമയം നമുക്ക് കിട്ടും അതിൽ. പിന്നെ നാരായണീയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീമദ് ഭാഗവതത്തിൽ 28ഓളം നരകങ്ങളെ വർണ്ണിക്കുന്നുണ്ട് ഭാഗവതം. പക്ഷേ ശ്രീമദ് നാരായണീയത്തിൽ നരകവർണ്ണന. അതുപോലെ തന്നെ ഉപരഞ്ജനോപാഖ്യാനം എന്നൊക്കെ പറയുന്നതായ വേദാന്ത രഹസ്യങ്ങളുള്ളതായ ഭാഗങ്ങളൊന്നും തന്നെ നാരായണീയത്തിലില്ല. 24,000 ശ്ലോകങ്ങളുള്ളതായ വാൽമീകി രാമായണത്തിനെ 19 ശ്ലോകത്തിൽ ഒതുക്കി ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ സുന്ദരകാന്ഡം ഒരൊറ്റ ശ്ലോകത്തിൽ ഒതുക്കി. 20ാമത്തെ ശ്ലോകത്തിൽ വരുമ്പോൾ രാമായണത്തിലെ 20ാമത്തെ ശ്ലോകം നമുക്കുള്ള ഉപദേശമാണ്. എന്തിനാണ് ശ്രീരാമൻ അവതരിച്ചത് മനുഷ്യനായിട്ട് ചോദിച്ചാൽ, മർത്യശിക്ഷാർത്ഥമയവം, മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാക്ഷാൽ നാരായണമൂർത്തി ശ്രീരാമനായിട്ട് അവതരിച്ച, മര്യാദപുരുഷനായിട്ട് അവതരിച്ചതും. രാമായണത്തിൽ കൂടിയിട്ട് ധാരാളം അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഭഗവാനായിരുന്നിട്ട് കൂടി. അതിനെ മുഴുവൻ അതിവർത്തിക്കാതെ കാരണം തന്നെ വസിഷ്ഠ മഹർഷി അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് യോഗവാസിഷ്ഠത്തിൽ കൂടിയിട്ടാണ് ആത്മീയമായ ഒരു പക്വതയിലേക്ക് ശ്രീരാമനെ എത്തിച്ചത് വസിഷ്ഠ മഹർഷിയാണ്. അതുകൊണ്ടാണ് ഈ അനുഭവങ്ങളൊക്കെ ശാന്തനായിട്ട് അനുഭവിച്ചു തീർത്തത്. അതുകൊണ്ടാണ് സിമാൻസിയിലെ തേജോമാൻജി പറഞ്ഞ പോലെ ഇപ്പം എല്ലാവർക്കും വേണ്ടത് 4G 5G എന്നൊക്കെ പറഞ്ഞതായ മൊബൈലിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് നമുക്ക് വേണ്ടത് 2G ആണ്. അതെന്നാ ചോദിച്ചു, ഗോഡ് ആൻഡ് ഗുരു, ഈ 2 കാര്യം വേണ്ടു ജീവിതത്തിൽ ധന്യമാക്കാനായിട്ട്. ആ ഗോഡ് എന്നുള്ളതിനെ നമുക്ക് ഗുരുവായൂരപ്പനാക്കാൻ വേണമെങ്കിൽ അപ്പോൾ 2G കൊണ്ട് നമുക്ക് ജീവിക്കാം. ഇത് രണ്ടും ഇപ്പോൾ അത്ര പ്രാധാന്യമായിട്ട് കാണുന്നില്ല വാസ്തവത്തിൽ. അപ്പോൾ ഒന്ന് ഗുരുഭക്തി, അതാണ് ഭട്ടതിരിപ്പാടിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഗുണം. കാരണം ഭട്ടതിരിപ്പാടിന് ഒരിക്കലും വാതരോഗം വന്നിട്ടില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ പ്രിയ ഗുരു അച്യുതപിഷാരടിയുടെ വാതരോഗം അദ്ദേഹം ഏറ്റെടുത്തതാണ്. കർമ്മവിഭാഗദാനം നമ്മൾ കേട്ടിട്ടുണ്ടാവും, അന്നദാനം എന്ന് കേട്ടിട്ടുണ്ടാവും, പലതും കേട്ടിട്ടുണ്ടാവും. പക്ഷേ മറ്റൊരാളുടെ രോഗം ഏറ്റെടുക്കുക എന്നുള്ളതായ
ഒരു പ്രത്യേക പ്രക്രിയ നമുക്കുണ്ട് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കൂ രോഗം മാറാനെന്ന് പറയുമ്പോൾ വളരെ പ്രധാനമാണ്. അതായത് നമ്മുടെ ശാസ്ത്രപ്രകാരം തന്നെ മന്ത്രം, തന്ത്രം, ഔഷധം എന്നാണ് ചികിത്സയുടെ സമ്പ്രദായം പറഞ്ഞേക്കുന്നത്. ഔഷധം അവസാനമാണ്. ആദ്യത്തത് ഈശ്വര പ്രാർത്ഥന തന്നെയാണ്. കാരണം നമ്മുടെ ജന്മത്തിന് കാരണക്കാരനായിരിക്കുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കണം ആദ്യം. ആ പ്രാർത്ഥനയിൽ നിന്ന് തൻ്റെ രോഗം മുഴുവൻ മാറ്റിയെടുത്ത മഹാത്മാവ് മാത്രമല്ല ഭട്ടതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ നാരായണീ രചന 100 ദിവസത്തെ തപസ് പോലെയാണ്. ഏറ്റവും കൂടുതൽ യാതന അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. പല ചികിത്സയും നോക്കിയിരുന്നു. തുഞ്ചത്ത് ആചാര്യരാണ് ഉപദേശിച്ചത്. നമ്മൾ പറയും മത്സ്യത്തോട്ട് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു, ശരി. പക്ഷേ അവിടെ അവതാരങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു. അവതാരങ്ങളിൽ കൽക്കി അവതാരം മാത്രം അതിൽ കൊണ്ടുവന്നില്ല, ബാക്കിയെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നരകങ്ങളെ വർണ്ണിക്കാത്തത് ചോദിച്ചാൽ, ഏതൊരാളാണോ ആത്മാർത്ഥമായിട്ട് സമർപ്പണ ഭാവത്തോടു കൂടിയിട്ട് ശ്രീമൻ നാരായണത്തിന് കയ്യിലെടുത്തുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനെ ഉപാസിക്കുന്നത് അവർക്ക് നരകത്തിൽ പോണ്ടി വരില്ല, നരക അനുഭവം ഉണ്ടാവില്ല ജീവിതത്തിൽ എന്നുള്ളതും എത്രയോ അനുഭവസ്ഥർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രംഗത്ത് വന്നിട്ട് കുറേ വർഷങ്ങളായി. എത്രയോ ആൾക്കാർക്ക് ഇനി അത് പരീക്ഷിക്കാനാണോ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശ്രീമൻ നാരായണീയത്തിന് കയ്യിലെടുത്തുകൊണ്ട് അത് ഭഗവത് സ്വരൂപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഓരോ ശ്ലോകങ്ങളും ഓരോ പുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുഭവം ഉണ്ടാവും, ഒരു സംശയവുമില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിവാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ ഒരു ഇൻഫോർമൽ റിലേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം ഭഗവാനായിട്ട്. എല്ലാ വേദങ്ങളും എല്ലാ ഉപനിഷത്തുക്കളും അല്ലെങ്കിൽ 11 ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും അതുപോലെ വിഷ്ണു സഹസ്രനാമവും ഒക്കെ വ്യാഖ്യാനിച്ചതായ ആദി ശങ്കരാചാര്യ സ്വാമികൾ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഒന്നും വേണ്ട, നിങ്ങൾ ഈശ്വരനെ ഭജിക്കൂ ആത്മാർത്ഥമായിട്ട്, സമർപ്പണ ഭാവത്തോടു കൂടിയിട്ട്. നാരായണായേതി, അതാണ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനമാണ്. കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് പറയുന്നതായ ഭാഗവത തത്വം അല്ലെങ്കിൽ ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരോപാസന ഒരു പ്രവൃത്തിയല്ല എന്നർത്ഥം. എല്ലാ പ്രവൃത്തികളും ഈശ്വരോപാസനയാണെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞത്, when you concentrate on what you are doing, it is called meditation എന്നുള്ളത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് അത്രേ ഉപാസന വാസ്തവത്തിൽ. അതൊക്കെ ഗോപസ്ത്രീകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ചടഞ്ഞിരുന്നുകൊണ്ട് കുറേ നേരം നാമജപിക്കണമെന്നോ ചടഞ്ഞിരുന്നുകൊണ്ട് ഭഗവതം പഠിക്കണമെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. സ്വധർമ്മങ്ങളെ അല്ലെങ്കിൽ തനിക്ക് ചെയ്യുന്ന കർത്തവ്യങ്ങളെ കർത്തവ്യബോധത്തോടു കൂടിയിട്ട് ഭാര്യയാണെങ്കിലും ഭർത്താവായാലും ആരായാലും വിരോധമില്ല. ഏത് അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ആ അവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ളതായ കർത്തവ്യങ്ങളെ സമർപ്പണഭാവത്തോടുകൂടി നാരായണായി സമർപ്പയാമി എന്ന് പറഞ്ഞവർ ചെയ്തു കഴിഞ്ഞാൽ അതുതന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസന. അല്ലാതെ പലരും പറയും കാലത്ത് അരമണിക്കൂർ മെഡിറ്റേഷൻ, വൈകിട്ട് അരമണിക്കൂർ മെഡിറ്റേഷൻ, കാലത്ത് 1 മണിക്കൂർ ക്ഷേത്രത്തിൽ പോകുന്നു, വൈകിട്ട് 1 മണിക്കൂർ ക്ഷേത്രത്തിൽ പോകുന്നു. ഈ 2 മണിക്കൂർ അല്ല നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ളതായ 22 മണിക്കൂർ നിങ്ങൾ ലോകത്തിൽ എങ്ങനെ വ്യവഹരിക്കുന്നു എന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ പോകണതോ അല്ലെങ്കിൽ ഭാഗവതം വായിക്കണതോ നാരായണീയം വായിക്കണതോ ഗീത വായിക്കുന്നതോ ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ കൂടി ഏതെല്ലാം വിചാരങ്ങളാണ് പോകുന്നത്, നിങ്ങളുടെ ലൗകിക ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് വ്യവഹരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ നമ്മുടെ വ്യക്തിത്വത്തിനെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഭാഗവതായാലും രാമായണായാലും ഒക്കെ കർത്തവ്യബോധത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ നന്നായിട്ട് തന്നെ സമർപ്പണഭാഗത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് അത്രയും ഉപാസന. അവിടെ മുടക്ക് വരുത്തരുത്. ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും കുട്ടികളായാലും അച്ഛനായാലും അമ്മയായാലും പൗരബോധവും പ്രധാനമാണ്. അതായത് പറയും സനാധർമ്മദേവോ ഭവ രാഷ്ട്രദേവോ ഭവ, ഇതും കൂടി ചേർത്ത് പറയണമെന്ന് ഞാൻ പറയാറുണ്ട്. മാതൃദേവോ ഭവ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ
രാഷ്ട്രദേവോഭവ സനാധർമ്മദേവോഭവ എന്നും കൂടി പറയണം. നമ്മൾ ആ ധർമ്മത്തിനെ നമ്മൾ പരിപാലിക്കണം അവിടെ. അതുകൊണ്ടാണ് പട്ടതിരിപ്പാട് രോഗം മാറാതെ തുഞ്ചത്താചാര്യരുടെ ഉപദേശപ്രകാരം എല്ലാ തരത്തിലുള്ളതായ അസ്വസ്ഥതകളും അനുഭവിച്ചുകൊണ്ടാണ് ഗുരുവായൂർ വരുന്നത്. മനുഷ്യൻ പട്ടതിരിപ്പാടാണ് അദ്ദേഹത്തിനെ സഹായിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുരുവായൂർ പോയാൽ കിഴക്കേ നടന്ന് കടന്നു കഴിഞ്ഞാൽ ഇടത്ത് ഭാഗത്ത് ഒരു പിച്ചള പലകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നുകൊണ്ടാണ് പട്ടതിരിപ്പാട് നാരായണൻ രചിച്ചത് എന്നുള്ളത്. അത്ര വിസ്താരമായ സ്ഥലമൊന്നുമല്ല. പക്ഷേ ആ വേദന മുഴുവൻ സഹിച്ചുകൊണ്ട് തന്നെ നാരായണീയെ തുടങ്ങുന്നത് തന്നെ സാന്ദ്രാനന്ദം എന്നുള്ള വാക്കുകൊണ്ട്. എന്ന് വെച്ചാൽ ഭൗതികതയുടെ പ്രധാന വിഷയം സുഖിക്കലല്ല, സഹിക്കലല്ല. ഇരിക്കുന്ന ഇത്രയും പേരോട് ചോദിച്ചു നോക്കുക, ഭൗതിക ജീവിതത്തിൽ സുഖമാണോ ഉണ്ടായത് അതോ സഹനമാണോ ഉണ്ടായത്? ആക്ച്വലി വി ആർ സഫറിങ്. ഈ സഹനത്തിനെ സുഖത്തിലേക്ക് മാറ്റണമെങ്കിൽ ആത്മീയമായിട്ടുള്ളതായ ഒരു മുന്നേറ്റം നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. അതുകൊണ്ടാണ് ആത്മീയതയെ ആധാരമാക്കിക്കൊണ്ടായിരിക്കണം ഭൗതിക ജീവിതം നയിക്കേണ്ടത്. ഒരു കുടുംബത്തിലായാലും, അതായത് ഭരണതലത്തിലായാലും തരക്കേടില്ല, ഏത് തരത്തിലായാലും ബേസ് ആത്മീയത ആയിരിക്കണം. സ്പിരിച്വാലിറ്റി ഷുഡ് ബി ദ ബേസ്. അതിനെ ആധാരമാക്കിയിട്ടായിരിക്കണം ഭൗതിക ജീവിതത്തിനെ ക്രമപ്പെടുത്തേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും വലിയ ഗൃഹസ്ഥനാണ്, ശ്രീരാമനും ഗൃഹസ്ഥനാണ്, സപ്തർഷികളൊക്കെ ഗൃഹസ്ഥന്മാരാണ്. അപ്പോൾ ഗൃഹസ്ഥാശ്രമം അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവരെ സ്വാധീനിച്ചിട്ടത് ഈശ്വര ആശ്രയബോധവും ഈശ്വര വിശ്വാസവുമാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന യുവതലമുറയിൽ ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്, മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് മനസ്സിലാക്കിക്കോളൂ. നാരായണത്തിലുള്ളതാണത്. ആ ദുഃഖത്തിൻ്റെ കാര്യം മനസ്സിലാക്കൂ, കണ്ടു പഠിക്കാൻ പഠിക്കൂ, കൊണ്ടു പഠിക്കാതെ വരുത്തരുത്. ഒബ്സർവേഷൻ വളരെ പ്രധാനമാണ്. ചുറ്റുപാടും നോക്കി പഠിക്കണം. നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ ആദ്യം ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പോൾ പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടുപഠിച്ചവർക്ക് കൊണ്ടു പഠിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചതായ ഉപാസന മാർഗങ്ങൾ ഒന്നും തന്നെയും തെറ്റല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി സ്വാമിജി തേജോവൻ സ്വാമി പറഞ്ഞ പോലെ നാമം ജപിക്കൂ. കരികാലത്തിൽ ഹരേർനാമ 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 ഇവ കേവലം കലോ നാസ്തിയേവ 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 ഗതിരന്യഥ എന്ന് കലിസിംഗരുടെ ഉപനിഷത്തിൽ പറഞ്ഞ ഒരേ ഒരു മന്ത്രമാണിത്. ഇന്നിപ്പോൾ നമ്മുടെ ഇടയിൽ നാമജപം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എത്ര നേരമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ അയ്യോ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ആൾക്കാരാണ്. ശ്രദ്ധിച്ചോളൂ നിങ്ങളൊക്കെ. മറ്റു മതക്കാരെ ഈശോയെ എന്ന് പറയും, അള്ള എന്ന് പറയും. നമ്മുടെ ആൾക്കാരെ എപ്പോഴും എന്താ പറയുക? അയ്യോ എന്ന് പറയുക. അയ്യോ കാലം വേദനിക്കുന്നു, അയ്യോ അത്. ഈ അയ്യോ പ്രയോഗിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം പിന്നാക്കം പോണത്. അവരത് ചെയ്യാറില്ലേ? അവരപ്പോൾ നാമം ജപിക്കും. ഒരു മുസ്ലിമിനോട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ സലാം അലൈക്കും എന്നാ പറയുക. നമ്മൾ ഹലോ ഹലോ എന്നേ പറയുള്ളൂ. ഈ ടെലിഫോൺ കണ്ടുപിടിച്ച ആളുടെ ഭാര്യയുടെ പേരാത്രേ ഹലോ. അത് പറഞ്ഞ് കഴിച്ചു കൂട്ടും. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും നാരായണ എന്നോ, ഇപ്പം നമ്മുടെ ആശ്രമത്തിലാകുമ്പോൾ ഹരിശരൺ എന്നാ പറയുക. അല്ലെങ്കിൽ സിനിമയിലാകുമ്പോൾ ഹരിയോ എന്ന് പറയും. അമൃതയിലാകുമ്പോൾ നമശിവായ പറയും. ശ്രീ രവിശങ്കറാണെങ്കിൽ ജയ് ഗുരുദേവ് എന്ന് പറയും. സായിലാണെങ്കിൽ സായിറാം എന്ന് പറയും. നമ്മുടെ നിത്യജീവിതത്തിൽ തമ്മിൽ നമ്മൾ സംബോധന ചെയ്യുമ്പോൾ ഒരു നാമെങ്കിലും ഉപയോഗിച്ച് പഠിക്കുക. നാരായണ നാരായണ നമശിവായ പതിവില്ല. അവിടുന്ന് ഞാൻ തുടങ്ങുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നാരായണീയ ഉപാസന പോലും പലപ്പോഴും അതൊരു പ്രസ്റ്റീജായിട്ട് മാറുന്നു സംസ്കൃതന്മാരുണ്ട്. അത് പാടില്ല. ഗുരുവായൂരപ്പനെ മാത്രം കണ്ടുകൊണ്ടായിരിക്കണം. ഞാൻ പറയും, നാരായണീയത്തിലെ ഓരോ ദശകവും കഴിയുമ്പോൾ അവസാന ദശകത്തിൽ പട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ നടക്കൽ എത്തണം. മനസ്സ് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നൊരു വാഹനമാണ്. ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നൊരു വാഹനം വേറെ ഒരിക്കലും ഇല്ല. അത് ഭഗവാൻ അനുഗ്രഹമാണ്. നിമിഷം കൊണ്ട് നമുക്ക് എത്തേണ്ടടുത്ത് മനസ്സുകൊണ്ട് എത്താൻ പറ്റും, പരിചയമുള്ള സ്ഥലമാണെങ്കിൽ.
അപ്പം ഞാൻ പറയും 100-ാം ദശകം ഓരോ ദശകം കഴിയുമ്പോഴും 100-ാം ദശകത്തിൽ വരുമ്പോൾ മനസ്സ് ഓടി എത്തിക്കൊള്ളണം ഭഗവത് നടയിൽ. അവിടെ നിന്നതായിരിക്കണം 100-ാമത്തെ ദശകം. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാറുണ്ട്. അതായത് വീണ്ടും പറയുകയാണ്, ശിവാനന്ദ സ്വാമികൾ എനിക്കൊന്നും പറയാൻ അവർ പറഞ്ഞതൊക്കെ ഞാൻ പറയണം, ഞാനത് ഉൾക്കൊള്ളാൻ നോക്കണം. അതായത് ഭഗവാനോട് എന്താ പറയേണ്ടത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയാണ് എന്തും പറയാം. പറയും ഗുരുരമ ഭഗവാനെ വിളിച്ചിരുന്നത് കുട്ടാ എന്നാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ ഒന്നുമില്ല. അവ പറയേണ്ടത് കമ്മ്യൂണിക്കേറ്റ് വിധിയും എന്നാ പറഞ്ഞേക്കണേ ശിവാനന്ദ സ്വാമികൾ. നിങ്ങളുടെ സുഹൃത്തിനോടോ അച്ഛനോടോ അമ്മോടോ പ്രിയപ്പെട്ടവരോടോ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ ഭാഷയിൽ ഭഗവാൻ മുമ്പിലിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ജസ്റ്റ് ടോക്ക് ടു ഹിം. അത് മാത്രം മതി. അത്രയും പ്രിയപ്പെട്ടവനായി തീരണം ആര്? ഭഗവാൻ നമുക്ക്. വേദവ്യാസനാണ് പട്ടതിപ്പാടെന്ന് പറഞ്ഞു. അപ്പം നാരായണീയത്തിനെ ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചു ജ്ഞാനയോഗത്തിന് പ്രാധാന്യം കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഒരു ഭഗവാന്റെ ഒരു വാക്ക്. എന്താ? പൂന്താനത്തിൻ്റെ അല്ലെങ്കിൽ പട്ടതിപ്പാടിൻ്റെ വിഭക്തികൾ എനിക്കിഷ്ടം ശ്രീ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എന്ന് പറയുണ്ടായിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ പോലും 11-ാമത്തെ അധ്യായം പറഞ്ഞിട്ടുണ്ട്, ഭക്തി അല്ലാതെ കണ്ട് എൻ്റെ അടുത്ത് ആർക്കും വരാൻ പറ്റില്ല. കൊണ്ടോ ജ്ഞാനം കൊണ്ട് ഒന്നുകൊണ്ടും പറ്റില്ല. ആ ഭക്തിക്ക് പ്രത്യേകതയുണ്ട്. നമുക്ക് ഈശ്വരനോട് ഭയമാണുള്ളത്. നമുക്ക് ഈശ്വരനോട് പ്രേമമല്ല ഉള്ളത്, ഭയമാണ്. ഈശ്വരന് ഭയമാണ്. എന്താ ഭയപ്പെടാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലിരിപ്പ് ശരിയില്ലാത്തതുകൊണ്ടും പ്രവൃത്തികൾ ശരിയല്ലാത്തതുകൊണ്ടും. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ആളല്ല ഭഗവാൻ. നമ്മളെ പൊതുവെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഈശ്വരനെ ഭയപ്പെടാനാണ്, കുട്ടിക്കാലം തൊട്ട് തന്നെ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ശീലിക്കേണ്ടത് ഐ ലവ് യു കൃഷ്ണ എന്ന് പറയണം. ഞാൻ എപ്പോഴും പറയും സാധകരോട്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പറയാവുന്നൊരു മന്ത്രം ഇംഗ്ലീഷിൽ പറയാൻ നമ്മുടെ ചെറുപ്പക്കുട്ടികൾക്കൂടെ അറിയാലോ. കണ്ണി കണ്ടവരുടെ പിന്നാലെ ഐ ലവ് യു എന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ ഭേദമാണ് രാവിലെ എഴുന്നേറ്റ് ഞാൻ പറയുക ഐ ലവ് യു കൃഷ്ണ. അതുപോലെ തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, പ്രഭാഷണത്തിലൊക്കെ വരുമ്പോൾ ആൾക്കാർക്കൊന്നും ഇപ്പോൾ ചിരി മറന്ന വട്ടാണ്. ശരിക്കും എന്നും ചിരിച്ച് ജനിച്ച ആളാണ് ഭഗവാൻ. അവതരിച്ചത് ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളും മറന്നുപോയ ഒരു സംഗതിയാണ് തമ്മിൽ തന്നെ കണ്ടുകൊണ്ടുമ്പോൾ ചിരിക്കാനൊരു മടി, അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ ചിരിക്കാനൊരു മടി. ശരിക്കും പറഞ്ഞാൽ ആത്മീയതയുടെ അമൃതാനന്ദമയമ്മ പറഞ്ഞ പോലെ ചിരിയാണ് ആത്മീയത, കരച്ചിലാണ് ഭൗതികത. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണാടി നോക്കിയിട്ട് നമ്മളെ നോക്കി ചിരിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് താനെന്ന് വിചാരിച്ചുകൊണ്ട് ചിരിക്കുക. അങ്ങനെ ജീവിതം ചിരിച്ചുകൊണ്ട് ആരംഭിക്കുക. ഐ ലവ് യു കൃഷ്ണ എന്നും പറയുക. അപ്പോൾ ഭട്ടതിരിപ്പാടിനോട് ഭഗവാൻ പറഞ്ഞു ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്താൽ മതി നാരായണീയം. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് പറഞ്ഞു ഭക്തിരേവ സതതം സ്വാധീയസി ശ്രേയസി. നാരായണീയത്തിൽ പറഞ്ഞു ഭക്തിയാണ് പ്രധാനം, അതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്, അതാണ് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളത്. ഭഗവാനെ സ്വാധീനിക്കാനോ ഭഗവാൻ അനുഗ്രഹം കിട്ടാനോ ഏറ്റവും നല്ലത് ഭക്തി തന്നെയാണ്. അതുമാത്രമല്ല ഭഗവാൻ ഗീതയിൽ ആ പറഞ്ഞ വാക്കും നമ്മുടെ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പറയാറുണ്ട് ഇനിയുള്ള കാലത്ത് കൂടുതലായിട്ട് പ്രചരിക്കേണ്ടത് ഭഗവത്ഗീതയും നാരായണീയവും ആയിരിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം കർമ്മയോഗത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. കാരണം അർജുനോട് പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ടപരന്തപ. ഭക്തി ഒരു ദൗർബല്യം ആവരുത്, ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഭക്തിയിലായിരിക്കണം നമ്മുടെ ശക്തി ഉണ്ടാവുന്നത്. ഇന്നിപ്പോൾ ഭക്തി ഒരു ദുർബലതയായിട്ട് മാറുന്നുണ്ടോ എന്നും സംശയമാണ്. എന്തോ ആയിക്കോട്ടെ എന്നാണ്. ഭഗവാനാണ് അതിന് ഉദാഹരണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ധർമ്മത്തിനെ രക്ഷിക്കാൻ വന്നേക്കണോ ഞാൻ, അതുപോലെ പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം.
അതിൽ പ്രധാനമായിട്ട് പറയും, നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് രണ്ടാമത്തെ ലൈനുണ്ട്, അതിൽ ധർമ്മഹിംസ തഥൈവചാണ്. അതാരും പറഞ്ഞു കൊടുത്തിട്ടില്ലേ. ധർമ്മഹിംസ തഥൈവച എന്ന് വെച്ചാൽ മഹാഭാരത യുദ്ധം തന്നെ ധർമ്മഹിംസയാണത്. എവിടെയാണോ ദോഷങ്ങളുള്ളത്, എവിടെയാണോ ദുഷ്ടന്മാരുള്ളത്, അവരെ ഇല്ലാതാക്കാതെ പറ്റില്ല. അത് വളരെ പ്രധാനമാണ്. അപ്പൊ ധർമ്മഹിംസയാണ്. അതാ ധർമ്മഹിംസയാണെന്ന് അർജുനൻ തിരിച്ചറിയാത്തത് കൊണ്ടായിരുന്നു ഈ കൺഫ്യൂഷൻ മുഴുവൻ ഉണ്ടായത്. അധർമ്മത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലാണ്ട് ഇവിടെ മിത്രങ്ങളും ബന്ധുക്കളൊന്നും ഇല്ല. ഇവിടെ അധർമ്മത്തിനെ എതിർക്കുക എന്നുള്ളതാണ്. അവിടെ ധർമ്മഹിംസ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട് ഗതിക്ക് തടസ്സം വരുന്നതായ വസ്തുക്കളെ നമ്മൾ ഇല്ലാതാക്കിയേ പറ്റൂ. ഞാൻ പറയാറുണ്ട്, വിള നന്നാവണമെങ്കിൽ കള പറിച്ചു കളയണം. കളയും വിളയും കൂടി ഒന്നിച്ച് വളരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതും ഭഗവാനിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അപ്പം ഭക്തി കൊണ്ട് ഉണ്ടാവേണ്ടത് മുക്തിയല്ല, ശക്തി ആയിരിക്കണം. ശക്തി കിട്ടിയിട്ട് വേണം മുക്തിയിലേക്ക് പോകാനായിട്ട്. ഇപ്പം എല്ലാവരും മുക്തിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാം മോക്ഷം വേണം, മോക്ഷം വേണമെന്ന് സ്വന്തം കാര്യങ്ങൾ സ്വയം കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്കിവിടുന്ന് പോകാനായിട്ട്. അതിന് ശക്തി വേണം. അതുകൊണ്ടാണ് പട്ടതിപാട് ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ളതായ വളരെ ശരീര തോന്നുന്നതായ വലിയൊരു പ്രാർത്ഥന ചെയ്തത്. അതുപോലെ തന്നെയാണ് മറ്റൊരു സംഗതി ഞാൻ മനസ്സിലാക്കിയത്. ഈശ്വരനോടൊന്നും ചോദിക്കേണ്ട, അദ്ദേഹത്തിനെല്ലാം അറിയാം. നമ്മളൊന്നും ചോദിക്കാതെ തന്നെ എല്ലാം ലഭിക്കും എന്ന് പറയുമ്പോഴും ഞാൻ അഭിപ്രായത്തിനോട് ചോദിക്കാറില്ല. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യത്തിൽ ഞാൻ പറയാറുണ്ട്, ചോദിച്ചാലേ തരുള്ളൂ, വിളിച്ചാലേ വരുള്ളൂ. ഇത് വളരെ പ്രധാനമാണ്. പാഞ്ചാലിയുടെ തുണി കഴിഞ്ഞു പോകുന്നത് ഭഗവാൻ അറിയാഞ്ഞിട്ടല്ലായിരുന്നു, പാഞ്ചാലി വിളിച്ചപ്പോഴേ വന്നുള്ളൂ. കുചേലൻ കാര്യത്തിലുണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല ഭഗവാന്, കുചേലൻ പോയി ചെന്നപ്പോഴേ സാധനം കൊടുത്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി എനിക്ക് തോന്നി ഞാൻ പറയുകയാണ്, ചോദിക്കണം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇന്നലെയും കൂടി എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ അനുഭവം പറയുന്നില്ല, ഇന്നലെയും കൂടി എനിക്ക് അനുഭവം ഉണ്ടായി. അത്രയും ഏറ്റവും നിസ്സാരമായ കാര്യം പോലും ഭഗവാൻ നമുക്ക് ചെയ്തു തരും. ഭക്തദാസന ഭഗവാൻ പ്രത്യേകിച്ച് അമ്പലേശ്വരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്തു സംഗതി വേണം, ചെറിയൊരു കാര്യം പോലും. എനിക്കിപ്പോൾ ഒരു മാമ്പഴം തരണം തോന്നിയാൽ പോലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ മാമ്പഴം എത്തിയിരിക്കും. അത്രയ്ക്കും നമ്മളോട് കാരുണ്യവും വാത്സല്യവും ഉള്ള ഭഗവാൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ. അത് പറയാണ്ടിരിക്കാൻ നിർത്തിയില്ല. അത് മാത്രമല്ല, പട്ടതിപാട്ട് മുമ്പോ പിമ്പോ ആരും തന്നെ ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അതായത് ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ട് ബ്രഹ്മതത്വം എന്ന് ഉദ്ഘോഷിച്ചതായ ഒരേ ഒരു വ്യക്തി മഹാത്മാവ് മൽപ്പത്തൂരാണ്. അപ്പോൾ നിർഗുണ പരബ്രഹ്മത്തിൻ്റെ സഗുണ ആവിഷ്കാരമായിട്ടാണ് ഗുരുവായൂരപ്പനെ ഇദ്ദേഹം കണ്ടത്. ഞാൻ പറയാറുണ്ട്, ന്യൂട്ടൻ്റെ തലയിലേക്ക് ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൻ തോന്നി ഇതെങ്ങനെയാണ് എൻ്റെ തലയിൽ നിന്ന് വീണ് കീഴ്പോട്ട് എങ്ങനെയാണ് വന്നത്. ആ ഗ്രാവിറ്റേഷൻ പവറിനെ പറ്റി അദ്ദേഹം ചിന്തിച്ച് കണ്ടുപിടിച്ചു. നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ ആപ്പിൾ വീണാൽ എന്താ ഉണ്ടാവുക? അത് മുറിച്ച് തിന്നുന്നത് തന്നെ, എന്തായാലും തിരക്കേടില്ല. അതായത് ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഇല്ല, നമുക്കൊരു ജിജ്ഞാസയില്ലേ കാര്യങ്ങൾ അറിയാനായിട്ട്. എന്നാലൊന്ന് ഗുരുവായൂരപ്പനെ അടുത്ത് നോക്കാം, എങ്ങനെ ഇരിക്കും ഭഗവാന്റെ കാരുണ്യം എന്നറിയാൻ അടുത്ത് നോക്കൂ. എനിക്കിന്ന് കൂടെ പറയാനുള്ളത്, നമുക്ക് ശക്തി സംഭരിക്കാനായിട്ട് ഏറ്റവും നല്ല ഒന്നാണ് കൃഷ്ണഭക്തി. ഒരു സംശയമില്ല. കാരണം ഏറ്റവും ശക്തനായിരുന്നു ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ഏറ്റവും വലിയ ഗൃഹസ്ഥനായിരുന്നു അദ്ദേഹം. ഓരോ ഭാര്യമാരിൽ 10 കുട്ടികളുണ്ടായിരുന്നു. 16,800 16,708 പറയുമ്പോഴും കണക്കാക്കിക്കോളും. അപ്പം അതുകൊണ്ട് ഭക്തിരേവസതം സ്വാധീയസി ശ്രേയസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം തന്നെ പറഞ്ഞത് കണ്ടുപഠിക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഒബ്സർവേഷൻ വളരെ പ്രധാനമാണ്. കണ്ണടച്ച് നടക്കുകയല്ല വേണ്ട, ചുറ്റുപാടും ഓരോന്നും കണ്ടുപിടിക്കണം, എന്നിട്ട് ഓരോന്നും മനസ്സിലാക്കണം നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ടുള്ളതാണത്. അതുപോലെയാണ് ഇനി ഇതിലെ ഏറ്റവും വ്യക്തമായിട്ട് സംഗതി. ഇപ്പോൾ ഭക്തിയുടെ കാര്യം പറയുമ്പോൾ ഇന്ന് വരെ, അതായത് 99-ാം ദശകത്തിലും അത് പറഞ്ഞു അദ്ദേഹം, അവ്യക്തം തേ സ്വരൂപം എന്നാണ്
തൊണ്ണൂറ്റൊമ്പത് ദശകത്തിലെ അവസാന ശ്ലോകത്തിൽ പറയുന്നത്. എനിക്ക് അവിടുത്തെ സ്വരൂപം അറിയില്ല. അതുകൊണ്ടാണ് അവയർനെസ് ഓഫ് ഇഗ്നറൻസ് ഈസ് കോൾഡ് നോളേജ് എന്ന് പറയും. അറിവില്ലായ്മയെക്കുറിച്ച ബോധമാണ് അറിവ്. അറിവല്ല അറിവ്. എത്രയ്ക്കും നമുക്ക് അറിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ അത്രയ്ക്കും നല്ലതാണ്. ഇന്നിപ്പോൾ എല്ലാവരും പണ്ഡിതന്മാരും അറിവുള്ളവരുമാണ്. ഒക്കെ എനിക്ക് അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വേണ്ടത് അറിഞ്ഞവർ വളരെ കുറവാണ്. പറയാറുണ്ട്, അറിയേണ്ടത് അറിഞ്ഞവൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ 99 ദശകത്തിൽ അതുപോലത്തെ സമർപ്പണമുണ്ട് അവിടെ അദ്ദേഹത്തിന് മുമ്പിൽ ഒരുപാട്. ആ സമർപ്പണത്തിന് ശേഷം ആണ് 100-ാം ദശകം തുടങ്ങുന്നത് തന്നെ. ആ 100-ാം ദശകത്തിൻ്റെ അവസാന ഭാഗത്തും എന്താ അദ്ദേഹം പറഞ്ഞത്? അജ്ഞാത്വാ തേ മഹത്വം തന്നെ പറഞ്ഞത്. ഗതിക നിഗതിതം വിശ്വനാഥ ശമേധ. അപ്പം അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ തനിക്ക് ഗുരുവായൂരപ്പൻ്റെ മുഴുവൻ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതായ ആ വിനയം വളരെ പ്രധാനമാണ്. ശരിക്കും പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വിനയമാണ് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല നയം എന്ന് പറയുന്നത്. അപ്പോൾ 99-ഉം 100-ഉം ദശകത്തിൽ കടന്നാൽ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് 99 ദശകങ്ങളാണ് ഭാഗവത്തിനെ അനുബന്ധിച്ചുകൊണ്ടുള്ളതായ ശ്ലോകങ്ങൾ. 100-ാം ദശകം ഞാൻ പറയും 6 മാസമാണ് ധ്രുവൻ തപസ് ചെയ്തത്. അതേസമയം 3.25 മണി നാഴികയാണ് ഖഡ്വാങ്കൻ എന്നുള്ള രാജാവ് ഭഗവാനെ സ്മരിച്ചത്. ഇവിടെ കരികാലത്തിൽ 100 ദിവസത്തെ തപസ്സാണ് ചെയ്തത് മെഹ്ദൂർ. ശ്രദ്ധിച്ചോളൂ, സർവ്വതരത്തിലുള്ളതായ വാതരോഗത്തിൻ്റെ അസ്വസ്ഥതകളും അനുഭവിച്ചുകൊണ്ട് ഇത്രയും സുന്ദരമായ ശ്ലോകങ്ങൾ രചിച്ചുകൊണ്ട് ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം ലോകം കണ്ടതിൽ വെച്ചിട്ട് 2ാമത്തെ സംസ്കൃത പണ്ഡിതനായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഭട്ടതിരിപ്പാടിനെ. 1ാമത്തെ ആദിശങ്കരൻ ശിവൻ്റെ അവതാരമാണ്, ഇത് വ്യാസൻ്റെ അവതാരമാണ്. കേരളത്തിലെ മലയാളികൾക്ക് എപ്പോഴും സന്തോഷം സംതൃപ്തിയോടെ സ്മരിക്കാവുന്നതാണ്. കേരളത്തിൽ മഹാദേവനും അവതരിച്ചു, വ്യാസനും അവതരിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ 100-ാം ദശകം എന്ന് പറയുന്നത് 99 ദിവസത്തെ തപസ്സുകൊണ്ട് അഗ്രേ പശ്യാമി ഭഗവാനെ കാണാൻ സാധിച്ചു, കണ്ടു. ആ കാണൽ മാത്രമല്ല, 100-ാം ദശകത്തിന് വളരെ പ്രത്യേകതയുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരദാദ്യർ വിലസൻ ഉപനിഷത് സുന്ദരീ മണ്ഡലേഷ്ട എന്ന് പറയുന്നുണ്ട് ഇവിടെ. നാരദ മഹർഷിയെ കണ്ടു എന്ന് പറയുന്നുണ്ട് അവിടെ. 1ാമത്തത് അഗ്രേ പശ്യാമി, അഗ്രേ ഭാവയാമി, അഗ്രേ ചിന്തയാമി എന്നല്ല പറയുന്നത്, അഗ്രേ പശ്യാമി, ഞാൻ കാണുന്നു എന്നാണ് പറയുന്നത്. ആരെ കാണുന്നു? ഭഗവാൻ. അപ്പോൾ എത്ര നാൾ നമ്മൾ ഉപാസിച്ചു എന്നുള്ളതാ, എത്ര കഠിനമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഉപാസിച്ചു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് 99 ദിവസത്തെ ഈ ഉപാസന കൊണ്ട്. അത് കാവ്യരചന, സ്തോത്രകാവ്യരചന കൊണ്ട് ഓരോ ശ്ലോകം കടന്നു പോകുമ്പോഴും ആ രംഗങ്ങളൊക്കെ ഇപ്പോഴും നാരായണീയത്തിലെ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഓരോ ശ്ലോകം ചെല്ലുമ്പോഴും നമ്മുടെ മനസ്സ് ആ രംഗത്തോടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അത്രയും ഭംഗിയായിട്ടാണ് ആ ശ്ലോകങ്ങളൊക്കെ ഇതിൽ രചിച്ചിട്ടുള്ളത്, പല പല വൃത്തങ്ങൾ. അപ്പം അതുകൊണ്ട് നാരദ മഹർഷിയെ കണ്ടു എന്ന് പറയുന്ന സമയത്ത് ഭോഗിയും രോഗിയുമായിട്ട് വന്നതാണ് ഗുരുവായൂർക്ക് മെഹ്ദൂർ. പക്ഷേ 100-ാം ദശകത്തിൽ വന്നപ്പോൾ അത് യോഗിയായി മാറുകയാണ്. അവിടെ ദർശനഭാഗ്യം ഉണ്ടായി. നാരദ മഹർഷിയെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്നിപ്പോൾ നമ്മൾ നാരായണനെ പറ്റി ഇവിടെ ഞാൻ സംസാരിക്കുമ്പോഴും ഇവിടെ അദൃശ്യ ശക്തികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അത് സത്യമാണ്. ഇപ്പം ഞാൻ ഗുരുവായൂരപ്പനെ പറ്റിയാണ് ഇവിടെ ഞാൻ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നതായ ഇതിൽ കൂടുതൽ അദൃശ്യ ശക്തികൾ, പ്രത്യേകിച്ച് പമ്പാതീരമാണ്, മഹാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാവും. എല്ലാ പോസിറ്റീവ് എനർജിയും ഇവിടെ ഇപ്പോൾ അവൈലബിളാണ്. നിങ്ങൾ മനസ്സിരുത്തി ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ ഈ പറയുമ്പോഴൊക്കെ മനസ്സ് ഒന്ന് ഓടിപ്പോകണം എവിടേക്ക്? ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക്. ഇത്ര ഞാൻ പറയുള്ളൂ. അപ്പോൾ 2ാമത്തെ സിദ്ധി, 1 ദർശനസിദ്ധി ഉണ്ടായി, 2 യോഗസിദ്ധി ഉണ്ടായി. 3ാമത്തത് വരുമ്പോൾ അജ്ഞാത്വാത്തെ മഹത്വം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ത്വത്പ്രസാദായ ഭൂയാൽ. ഗുരുവായൂരപ്പ, അവിടുത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്തോത്രകാവ്യം രചിച്ചത്, രോഗം മാറാൻ വേണ്ടിയിട്ടല്ല വാസ്തവത്തിൽ.
കാര്യം ലോകം മാറാം എന്ന് പറഞ്ഞിട്ടില്ല അവസാന ശ്ലോകത്തിൽ. എന്ന് വെച്ചാൽ താൻ വേദവ്യാസനാണെന്നുള്ളതായ അറിവ് കിട്ടിയിത്രേ ഭട്ടതിരിപ്പാടിന്. സ്വരൂപജ്ഞാനം ഉണ്ടായി അവിടെ. എന്തായി? യോഗസിദ്ധി ഉണ്ടായി, ദർശനസിദ്ധി ഉണ്ടായി, സ്വരൂപജ്ഞാനം ഉണ്ടായി. എന്നിട്ട് പറയുന്നുണ്ട്, ഇതം ഇഹഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുമ്പോൾ അവിടെ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ളതിൻ്റെ ഒരു അംശം വരുന്നുണ്ട്. കാരണം ഭഗവാന്റെ അംശാവതാരമാണ് വ്യാസായ വിഷ്ണുരൂപായ വ്യാസവേ. ഭഗവാന്റെ അംശാവതാരമാണ് വ്യാസൻ. അപ്പം ഞാനും അവിടുന്ന് ഒന്നായ സ്ഥിതിക്ക് ഈ വാതരോഗത്തിൻ്റെ അസ്ഥിത എനിക്കുണ്ടായി കഴിഞ്ഞാൽ അത് അവിടത്തേക്കും കൂടെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അവിടെ ആ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ഭാവവും കൂടി ഭട്ടതിരിപ്പാടിന് സിദ്ധിച്ചു. മാത്രമല്ല ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടായി അദ്ദേഹത്തിന്. അവിടുന്ന് എഴുന്നേറ്റ് ഓടിപ്പോയിട്ട് മണ്ഡപത്തിൽ കയറി നമസ്കരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ 5 കാര്യങ്ങളുണ്ട് അത്രേ 100-ാം ദശകത്തിൽ. അത് കലികാലത്തിൽ 100 ദിവസത്തെ തപസ്സുകൊണ്ട് നേടിയെടുത്തതാണ്. പിന്നെ ഭഗവാനായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അത്രേ ഭട്ടതിരിപ്പാട്. നമുക്കൊക്കെ സാധിക്കുമത്. ഞാൻ തുറന്ന് പറയുകയാണ്. ഈ പറയുന്നതിൽ യാതൊരു പച്ചക്കെട്ടുമില്ലാണ് ഞാൻ പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഒരു മറവും വയ്ക്കാണ്ട് സംസാരിക്കേണ്ടത് ഭഗവാന്റെ അടുത്താണ്. 4 കാര്യങ്ങൾ ഓർത്തോളൂ. മറ്റുള്ള ലോകത്തിനോട് എല്ലാവരോടും എല്ലായ്പ്പോഴും എല്ലതും പറയരുത്. എല്ലായ്പ്പോഴും എല്ലാവരെയും വിശ്വസിക്കരുത്. എല്ലാവരെയും എല്ലായ്പ്പോഴും എല്ലായിടത്തേക്കും കൊണ്ടുപോകരുത്. എല്ലാവരെയും സ്നേഹിക്കുക, സേവിക്കുക. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയത് ഞാൻ പഠിച്ചെടുത്തോളം കൊണ്ടും മനസ്സിലാക്കിയതും കൊണ്ടും ശ്രീ ഗുരുവായൂരപ്പനെ മാത്രമാണ്. ബാക്കി ആരെയും തന്നെയും 100% വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ശരീരമെടുത്തവർക്കൊക്കെ സ്വാർത്ഥ മനസ്സ് കുറച്ചെങ്കിലും ഉണ്ടാവും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതില്ലാത്തത് ഭഗവാന് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയ സുഹൃത്തായിട്ട് ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഹാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. അപ്പം അതുകൊണ്ട് കുറേശ്ശെങ്കിലും നമ്മൾ ശീലിക്കണം. എൻ്റെ കൂടെ, അതായത് ആജന്മ ബന്ധുവായിട്ടും സദാസമയം നമ്മൾ വിട്ടുപിരിയാതെ കണ്ടും നമ്മുടെ കൂടെ എന്നും ഉള്ളത്, എപ്പോഴും ഉള്ളത്. അദ്ദേഹത്തിന് മാറി നിൽക്കാൻ നോക്കിയില്ല, മാറി നിന്ന് നമ്മളുണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന് ധരിച്ചുകൊണ്ട്, ഈ ഭഗവാൻ കൂടെയുണ്ടെന്ന് ധരിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടാനായിട്ട്. ഇപ്പോൾ നാരായണീയ രചിക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും ഭഗവാൻ കാഴ്ച കൊടുത്തിട്ടുണ്ടത്രേ. അത് ഒന്ന് കാളിയമർദ്ദനം ചെയ്യുന്ന സമയത്ത് ആ ഒരു 55-ാം ദശകത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടത്. 55-ാം ദശകം തോടകവൃത്തത്തിൽ അതിഗംഭീരമായിട്ട് തന്നെയാണ് ഭട്ടതിരിപ്പാട് ജയിച്ചിട്ടുള്ളത്. അത് ഭട്ടതിരിപ്പാടിന് ആ രംഗം കാണിച്ചു കൊടുത്തു അവിടെ വച്ചിട്ട്. അങ്ങനെ കാണിച്ചു കൊടുത്ത ശേഷമാണത്രേ അത് നരസിംഹാവതാരത്തിൽ 24-ാം ദശകത്തിൽ വരുമ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നത് മൃഡയമാം എന്നാണ്. എന്നെ സന്തോഷിപ്പിക്കുന്ന ഗുരുവായൂരപ്പ. കാരണം നരസിംഹാവതാരം എങ്ങനെ വേണം എഴുതാൻ, എങ്ങനെ വേണം കവിരൂപത്തെ അവതരിപ്പിക്കാനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നരസിംഹാവതാരം കണ്ട ഓർമ്മ എനിക്കില്ല എന്നുള്ള പോലെ. അതുകൊണ്ട് സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപു എന്ന് പറഞ്ഞതായ 25-ാം ദശകത്തിൽ ഭട്ടതിരിപ്പാട് 24 ദിവസം എഴുന്നേറ്റ് പോകുന്ന സമയത്ത് മനസ്സിന് അല്പം ഖേദം തോന്നി. നാളെ എങ്ങനെയാണ് നരസിംഹാവതാരം അവതരിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. പക്ഷെ പിറ്റേ ദിവസം വരുമ്പോൾ നേരെ ആ തൂണ് ഇപ്പോഴും ഉണ്ട് അവിടെ. ഗുരുവായൂർ വല്യമ്പലത്തിൽ ആ തൂണുണ്ടത്രേ. ആ തൂണിൽ ഭഗവാൻ പ്രത്യക്ഷമാവുകയാണ് നരസിംഹ രൂപമെടുത്തുകൊണ്ട്. സ്തംഭേ ഘട്ടയതോ തപ്തസ്വർണ്ണ സവർണ്ണ അഭിരൂക്ഷാക്ഷം എന്നുള്ള ശ്ലോകം ഭാഷ അറിയാത്തവർ പോലും ചെല്ലിയാൽ പോലും ഉള്ളിലൊരു കിടുപ്പ് വരുന്നർത്ഥം. അത്ര നന്നായിട്ടാണ് 25-ാം ദശകത്തിൽ ഭയ നിവൃത്തിക്കുള്ളതാണ് ഫലശ്രുതി പറയുന്നത്. 25-ാം ദശകത്തിന് ഓരോ ദശകം കടന്നു പോകുമ്പോഴും നമ്മൾ ഓരോ അടി വയ്ക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കാളിയമർദ്ദനവും നരസിംഹ അവതാരവും അതുപോലെ തന്നെയാണ് 69-ാം ദശകത്തിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ളത് രാസക്രീഡയാണ്. ആ രാസക്രീഡ
ഗോപികാഗീതം എന്നുള്ളതായ ഒന്നുണ്ട് ഭാഗവതത്തിൽ, അത് നാരായണീയത്തിലില്ല. പക്ഷെ അതിന് പകരമായിട്ട് 68-ാം ദശകത്തിൽ അത് സുന്ദരമായിട്ട് ആ ഗോപസ്ത്രീകളുടെ വികാര വിചാരങ്ങളെ ഭട്ടതിരിപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട്. പക്ഷെ അതേസമയം 69-ലെ രാസത്തിനിടയിലേക്ക് വരുമ്പോൾ എങ്ങനെ വേണം എന്ന് സംശയിച്ച് നോക്കുമ്പോൾ അതിന് കാണാൻ സാധിച്ചു ഭഗവാൻ ആരെ രൂപം വേഷം കെട്ടി നിൽക്കുന്നത് അവിടെ. അതുകൊണ്ടാണ് ആ ശ്ലോകത്തിൽ കലയാമഹി എന്നൊരു വാക്ക് ഉപയോഗിച്ച് ഭട്ടതിരിപ്പാട് എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ ഈ രൂപം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നുള്ളത്. അപ്പോൾ രാസക്രീഡ പോലും ഭഗവാൻ കാണിച്ചു കൊടുത്തതായിട്ടാണ് പറയുന്നത്. അപ്പം ഇതിവിടെ ഭക്തരും ഭഗവാനും തമ്മിലുള്ളതായ ബന്ധം അത് വളരെ പ്രധാനമാണ്. അപ്പം ഇവിടുത്തെ വിഷയം തന്നെ സമാധാനത്തിലേക്കുള്ളതായ രാജപാത എന്ന് പറഞ്ഞു. സമമായ ആധാനം വേണം നമുക്ക്, സമമായ ആധാരം വേണം നമുക്ക്. അതാണ് സമാധാനം. അതായത് ബാലൻസ്ഡ് വേ ഓഫ് ലിവിങ് വളരെ പ്രധാനമാണ്. ആത്മീയതയും ഭൗതികതയും എങ്ങനെ കൂട്ടിച്ചേർക്കാം, എങ്ങനെ കലർത്തി കൊണ്ടുപോകാം, ഇത് പഠിക്കണം നമ്മൾ. ഒന്നും ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല ഭഗവാൻ, പക്ഷെ ഉപേക്ഷാഭാവം നല്ലതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നാരായണീയത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സന്ദർഭങ്ങളിലൊക്കെ ഭഗവത് ദർശനം ഉണ്ടായിട്ടുണ്ട് ഭട്ടതിരിപ്പാടിന്. മറ്റൊരു പ്രധാനമായൊരു കഥ, ശ്രീമദ് ഭാഗവതത്തിൽ രാധ എന്നുള്ളതായ കഥാപാത്രം ഇല്ല. ഒരൊറ്റ ദിക്കിലും ഭാഗവതത്തിൽ രാധ എന്നുള്ള വാക്ക് കാണില്ല. പക്ഷെ അതേസമയം വൃന്ദാവനത്തിന് പോയാലോ അല്ലെങ്കിൽ ഇസ്കോൺകാരോട് ചോദിച്ചാലോ അവർക്ക് പ്രധാനമാണ് രാധാകൃഷ്ണ സങ്കല്പം ഗോലോകത്തിൽ. അപ്പോൾ വൃന്ദാവനത്തിൽ പോയാലും വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഓട്ടോറിക്ഷയിലും ഓരോ ട്രക്കിലും ഓരോ ബസ്സിലും ഓരോ വീടിന് മുമ്പിലും എഴുതി വെച്ചേക്കുന്നത് രാധേ രാധേ എന്നാണ്. അവിടെ ഉള്ളതായ അവർ പറയും രാധയുടെ അനുഗ്രഹം ഇല്ലാതെ കണ്ട് ഈ വൃന്ദാവനത്തിലേക്ക് കാല് വയ്ക്കാൻ പറ്റില്ല. അപ്പം അത്രയും രാധയുടെ പേര് തന്നെ ധാര എന്നാണ്, പ്രേമധാര എന്നുള്ളതിൻ്റെ പേരാണ് ഇത്രയും രാധ. അപ്പോഴാണ് നമുക്കറിയാം ഭഗവാൻ എന്തുകൊണ്ട് സ്വർണം ഉരുക്കിയ നിരത്തിലുള്ളതായ മഞ്ഞപ്പെട്ടെന്നാണ് പറയപ്പെട്ട ഒരുപാട്. ഭഗവാന്റെ മഞ്ഞപ്പെട്ടിൻ്റെ പ്രത്യേകത ഉരുക്കിയ സ്വർണത്തിൻ്റെ നിറം. പറയണത് രാധയുടെ നിറമായിരുന്നു അത്രയത്. അതുപോലെ ഭൂമിയുടെ നിറവും മഞ്ഞയാണ്. ഇതിനെ രണ്ടും പ്രതിനിധീകരിക്കുന്ന രാത്രി ഭഗവാന്റെ മഞ്ഞപ്പെട്ട്. അതുപോലെ രാധ സദാസമയത്തും നീല വസ്ത്രം ധരിക്കുക എന്ന് പറയും ഭഗവാനോട് ചേർന്നിട്ട്. അപ്പം ഈ രാധാകൃഷ്ണന്മാര് മഹാദേവന്റെ അർദ്ധനാരീശ്വര സങ്കല്പം പോലെ തന്നെ വളരെ പ്രധാനമാണ് രാധാകൃഷ്ണ സങ്കല്പം. അത് വ്യാസാവതാരമായിരിക്കുന്ന ഭട്ടതിരിപ്പാടിന് തിരിച്ചറിഞ്ഞിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. നാരായണീയത്തിൽ അനേക പ്രാവശ്യം രാധയെ കൊണ്ടുവന്നിട്ടുണ്ട്, അനേക പ്രാവശ്യം പ്രത്യേകമായിട്ട്. അപ്പോൾ ഭാഗവതത്തിൽ അതൊരു ന്യൂനതയാണോ എന്ന് അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. രാധ ധാരാളം പ്രാവശ്യം നാരായണീയത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർ തമ്മിൽ രാധാകൃഷ്ണന്മാരത്തിനുള്ളതായ ബന്ധത്തിനെ കുറിച്ചുള്ളതായ പരാമർശങ്ങൾ അതിസുന്ദരമായിട്ട് അവതരിച്ചിട്ടുണ്ട് നാരായണീയത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ രാധയെ ഒഴിവാക്കിയിട്ടില്ല നാരായണീയത്തിൽ എന്നതും പ്രത്യേകമാണ്. പിന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും സങ്കടം വരുമ്പോഴോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴോ എൻ്റെ ഗുരുവായൂരപ്പ എന്നാണ് മിക്ക ആൾക്കാരെ വിളിക്കുക. എന്താ വിളിക്കുക? എൻ്റെ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ. അത് പെട്ടെന്ന് വരുന്നത്. അതിൻ്റെ അർത്ഥം വെച്ചാൽ പലരും പറയും ഗുരുവും വായുവും കൂടി പ്രതീക്ഷിച്ചതാണ്. ശരിയാണ്, അവിടെ അവരുടെ ബലിക്കല്ലുണ്ട് ഗുരുവായൂർ, അവർക്ക് തൂവലുണ്ട്. പക്ഷേ ഗുരു എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, വായു എന്ന പ്രാണനാണ്. നമ്മൾ ജീവിച്ചു പോണത് ഇതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അറിവും പ്രാണനും ചേരണം. ഇതിൻ്റെ രണ്ടിൻ്റെ അപ്പനാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ പ്രാണനും ജ്ഞാനവും ചേർന്ന് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായ മഹാശക്തി തന്നെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഭക്തി നല്ലോണം വ്യാപിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം നല്ല തിരക്ക് ഗുരുവായൂർ പോയാലുണ്ടെന്നുള്ളത്.
പക്ഷെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കും. ഞാൻ അറിയുന്നതായ അനേകം നാരായണീയ ഉപാസകരുണ്ട്. ഞാൻ നാരായണീയം ഓൺലൈനിൽ ക്ലാസ് എടുക്കാറുണ്ട്. അവരുടെയൊക്കെ അനുഭവങ്ങൾ എന്നോട് പറയാറുണ്ട്. വളരെ സത്യമായിട്ട് പറഞ്ഞാൽ രക്ഷകനായിട്ട്, കൂട്ടുകാരനായിട്ട്, ഉപദേശകനായിട്ട് എല്ലാ തരത്തിലും ഭഗവത് സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞ ഒരാൾ, നാമം ജപിക്കുമ്പോൾ നിങ്ങൾ തന്നെ വിഷമിക്കുന്നത് ഭഗവാൻ മുമ്പിൽ നിൽക്കണമെന്നോ അടുത്തിരിക്കണമെന്നോ വിചാരിച്ചുകൊണ്ട് ഹരിനാമ ജപിച്ചൂടെ? നമ്മൾ എത്രയോ സംസാരിച്ച് സമയം കളയണമെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആവശ്യത്തിനും ആവശ്യമില്ലാതെ കണ്ട് എത്രയോ സംസാരിക്കുന്നത് നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മുടെ പേര് തന്നെ സംസാരിക്കണമെന്നാണ്. ആവുന്നത്ര നമ്മുടെ സംസാരം കുറയ്ക്കുക, നാമജപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആ നാമം ജപിക്കുന്ന സമയത്ത് സങ്കല്പിക്കുക. കാരണം നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് സങ്കല്പശക്തി. ആ സങ്കല്പശക്തിയുടെ കൂടെ ഇച്ഛാശക്തി കൂടി ചേർന്നാൽ വിശേഷമായി. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവത് സാന്നിധ്യത്തിൻ്റെ അനുഭവം സദാ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിന് സ്വാമി ചിന്മയാനന്ദജി മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു ഭക്തൻ ചോദിച്ചു, ഹൗ മെനി അവേഴ്സ് ഷുഡ് ഐ ഡു മൈ സാധന ഇൻ എ ഡേ? സ്വാമിജി പറഞ്ഞു, സിംപ്ലി 24 hours. കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും നിങ്ങൾ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കണം. നമ്മൾ എത്ര മണിക്കൂർ സ്മരിക്കാറുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഉപാസന എന്ന് പറയുന്നത് അടുത്ത് ഇരുന്ന്, ഉപാപ്രസാസനമാണല്ലോ ഉപാസന. ഭഗവാന്റെ അടുത്തിരുന്നുകൊണ്ട് അടുത്തിരിക്കണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ജീവിക്കുക. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതൊക്കെ നമുക്ക് അനുഭവമുള്ളത് തന്നെയാണ്. ഞാൻ വെറുതെ പുസ്തകത്തിൽ പഠിച്ചതല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. ഇന്നിപ്പോൾ ഈ നടക്കുന്നതും ഈ ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. സഞ്ചരിക്കാൻ സാധിക്കും. ഞാൻ ഇനി പാലക്കാട് നിന്ന് പുറപ്പെട്ട് അപകടമൊന്നും ഇല്ലാതെ കണ്ട്, ഒരു പരിക്കും പറ്റാതെ കണ്ട് ഈ സത്സംഗ ഹാളിലേക്ക്, ഈ സത്സംഗ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ സാമർഥ്യം കൊണ്ടല്ല, ഞാനിവിടെ വന്നേ തീരൂ എന്നുള്ളതായ ഭഗവത് സങ്കല്പം കൊണ്ടാണ് എന്നുള്ള അവസ്ഥ. നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ടാണ് യാത്ര പുറപ്പെടുമ്പോൾ അക്രൂരാഗമനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭഗവാനെ സ്മരിച്ചിട്ടേ പുറപ്പെടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറയും, നമ്മുടെ കുടുംബത്തിലായാലും കയറി ചെല്ലുമ്പോൾ ആദ്യം കാണേണ്ടത് ഗുരുവായൂരപ്പനായിരിക്കണം. ഇറങ്ങി പോകുമ്പോഴും പറഞ്ഞിറങ്ങാൻ പാകത്തിൽ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കണം. അതിന് പകരം പല വീടുകളിലും നമ്മൾ ചെന്ന് കയറുമ്പോൾ ആദ്യം കാണുന്നത് ചുവന്ന ലൈറ്റ് കത്തിച്ച് വെച്ച മരിച്ച ആൾക്കാരുടെ ഫോട്ടോസ് മുഴുവൻ കാണുക. ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെയാണിത്. ഇതെന്താ ശ്മശാനമൊന്നുമല്ലല്ലോ അവിടെ. അവരെയൊക്കെ തെക്കോട്ട് തിരിച്ചു വയ്ക്കൂ, അകത്ത് പുറത്ത് വയ്ക്കരുത്. പുറത്ത് വയ്ക്കേണ്ടത് ഈശ്വരനെയാണ്. ചെന്ന് കയറുമ്പോൾ ആദ്യം കാണേണ്ടത് ഭഗവാനായിരിക്കണം. ഇതൊക്കെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറ്റി അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് ഒരു സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈശ്വര സാന്നിധ്യത്തിൻ്റെ അനുഭവവും അനുഭൂതിയും സദാ അനുഭവിക്കാൻ സാധിക്കണം. എന്തവസ്ഥ വന്നാലും. ദുരിതവും ദുഃഖവും രോഗവും ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ കുറവാണ്. പക്ഷെ അതിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് മറ്റൊരു മതസ്ഥരെ പറ്റി പറഞ്ഞാൽ, അബുദാബിയിലുണ്ടായിരുന്ന ഒരാളാണ്, ഇരിങ്ങാലക്കുട അടുത്തൊരാളാണ്, ഏത് മതസ്ഥ ഞാൻ പറയുന്നില്ല, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഗുരുവായൂരപ്പാനെ വിളിക്കുള്ളൂ. അദ്ദേഹം അബുദാബിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തോ ബന്ധുവോ എന്ന് പറഞ്ഞ കഥയാണിത്. അപ്പോൾ അദ്ദേഹത്തിന് വിവാഹം നിശ്ചയിച്ച് പെണ്ണ് കാണാൻ വരണം നാട്ടിലേക്ക്. പുറപ്പെടാൻ പറ്റിയില്ല. പെട്ടെന്ന് കുഴഞ്ഞു വീണു. ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്തപ്പോൾ ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല, അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് സങ്കടമായി. അയാൾ ആരെ വിളിച്ചു? പ്രിയപ്പെട്ട ഗുരുവായൂരപ്പനെ വിളിച്ചു. ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു അത്രേ. അപ്പോൾ പറയുകയാണ്, രാത്രി ഒരു 12-1 മണി സമയത്ത് ഒരു കസവും കൊണ്ട് കൊടുത്ത് ഒരു ഉണ്ണി കയറി വന്നു എൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ആ നെഞ്ഞത്ത് കൈ വെച്ച് കാരറ്റിൻ്റെ വലിയ സാധനം ഇത്രയേ ഉള്ളൂ, ഇത് പുറത്തേക്ക് എടുത്തിട്ടു. ഇത് പറഞ്ഞു, നാളെ പൊക്കോളൂ. പിറ്റേ ദിവസം നോക്കുമ്പോൾ അദ്ദേഹത്തിനില്ല, ബ്ലോക്കില്ല. നേരെ വന്ന് ഗുരുവായൂർ വന്ന് തുലാഭാരം കഴിച്ചിട്ടാണ് അദ്ദേഹം പോയത്.
വേറൊരു അനുഭവത ഞാനിത് പറയാൻ കാരണം, ഇന്നോട് കൂടിയിട്ട് ഇന്നിരിക്കുന്ന ഈ സജ്ജനങ്ങൾക്ക് മുഴുവൻ തന്നെയും ഏറ്റവും അടുപ്പുണ്ടാവണം ആരോട്? ഗുരുവായൂരപ്പനോട്. അതാണ് എൻ്റെ ഒരു സങ്കല്പം. മറ്റാരോടടുത്താലും നമുക്ക് സമാധാനം കിട്ടില്ല, പക്ഷേ ഭഗവാനോടടുത്താൽ തീർച്ചയായിട്ടും സമാധാനം ഉണ്ടാവും. ഒരു കുട്ടിയുടെ കഴുത്ത് ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുകയാണ്, എന്ത് ചെയ്താൽ നിവർന്നു വരുന്നില്ല, ചികിത്സിച്ചിട്ടൊന്നും ഫലം കിട്ടിയില്ല. അവസാനം അവരെന്ത് ചെയ്തു? ഗുരുവായൂർക്ക് പോകാൻ നിശ്ചയിച്ചു. ആ ഗുരുവായൂർ പോയപ്പോൾ അച്ഛനും അമ്മയും നല്ല ഭക്തിയിലോരാ ഗുരുവായൂരപ്പിനെ കുറിച്ച് നടക്കി നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ കുട്ടി കൃഷ്ണ നമ്മുടെ തലയിൽ ഇടാക്കിയതേ ഒരു നിമിഷം കൊണ്ട് തല ചിരിയും. കൽക്കട്ടയിലുണ്ടായി ഇതുപോലെ സംഭവം. അമ്മയുടെ തലയിൽ ട്യൂമറാണ് ഒരാളുടെ. ആ ട്യൂമർ വെച്ചുകൊണ്ട് വല്ലാണ്ട് സങ്കടപ്പെട്ട് നിൽക്കാൻ ചെറുപ്പക്കാരൻ. അപ്പോഴാണ് ഒരു ചെരുപ്പ് കുത്തി ഒരാൾ കണ്ടുത്രേ. അധികം ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ കൊടുത്തു. ഒരു പറയുമ്പോൾ ബംഗാളിയാണ്. ഗുരുവായൂരപ്പ വന്നിട്ടും കൂടി ഇല്ല, ആരോ കൊടുത്ത ഫോട്ടോ ആണെന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കോളൂ, എന്നിട്ട് അമ്മയുടെ തലേനെ താഴ്ത്തി വെച്ചോളൂ എന്ന് പറഞ്ഞു. ഇയാൾ ഈ ഫോട്ടോ കൊണ്ടുപോയി. ഇപ്പം നമ്മൾ പണ്ട് കാലത്തൊക്കെ ചെറിയ കുട്ടികൾ കൊണ്ടു നടക്കുമ്പോൾ ദൈവമാറ്റം കൊണ്ടു നടക്കാറുണ്ട്, ഒരു ആണി കൊണ്ടു നടക്കാറുണ്ട്. അതുപോലെ തലേൻ്റെ താഴത്ത് ദൈവമാറ്റം വയ്ക്കാറുണ്ട് പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ കുട്ടികൾ കിടന്നുറങ്ങുന്ന സമയത്ത്. ഈ ഫോട്ടോ കൊണ്ടുവച്ചു. കഷ്ടി ഒരു മാസം കൊണ്ട് ട്യൂമർ ഇല്ലാതായി. ആ മകൻ ഇപ്പോൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആ ഫോട്ടോ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ പലർക്കും കൊടുക്കാറുമുണ്ട്. അതുകൊണ്ട് ഈ നല്ലൊരു അവസ്ഥയിൽ, ഈ നല്ല സ്ഥലത്തിരുന്നുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്, ഇവിടെ ഭക്തി കൊണ്ട് സമാധാനം സിദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തികഞ്ഞ ഭക്തരാവണം. ഈശ്വരനെ ആശ്രയിക്കാൻ പഠിക്കണം. നമ്മൾ ഈശ്വരന് പൂർണ്ണമായ ആശ്രയബോധം ഉണ്ടാവണം നമുക്ക്. പിന്നെ ഇടയ്ക്കെങ്കിലൊക്കെ നാരായണ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിക്കാൻ പഠിക്കണം നമ്മളൊക്കെ. എന്നാൽ വിളിച്ചെടുത്ത് വരുവാണ്, വിളിച്ചാൽ വരാതിരിക്കില്ല. ഏത് നിസ്സാര കാര്യം ഭഗവാൻ ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ നാരായണീയത്തിലെ ഓരോ ദിശകൾ കടന്നു പോകുമ്പോഴും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ രൂപവർണ്ണന, സഗുണമായ രണ്ടാം ദശകത്തിലുള്ളതായ രൂപവർണ്ണനയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് രണ്ടാം ദശകത്തിലെ എത്രൈലോക്യ മഹീയസോമിഹിതം സമ്മോഹനം മോഹനാൽ എന്നുള്ള ശ്ലോകൻ്റെ അതിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് പോവുകയാണ് ആ ശ്ലോകത്തിൽ. എത്രൈലോക്യ മഹീയസോമിഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിധാനതോപി മധുരം മാധുര്യധുര്യാദവി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം എന്ന് പറയുന്നതായ ശ്ലോകം പട്ടേപ്പാടിൻ്റെ പ്രത്യേകമായിട്ടുള്ളതാണ്. അതായത് എങ്ങനെ വേണം ഭഗവാനെ വർണ്ണിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വാക്കുകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് 91-ാം ദശകത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതായ ഒരു കാര്യമാണ് ഭയം. നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അതിലേറ്റവും പ്രധാനമാണ് മരണഭയം. അതിനോട് സ്വാമിജി പറയുന്നത് വെച്ചാൽ ഈ ലോകത്തിൽ മരിച്ചവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരും മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്നവരല്ല, മരിച്ചവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരും നമ്മളൊക്കെ. ഓഷോ പറഞ്ഞ പോലെ യുവർ ബോഡി ഈസ് സെർച്ചിങ് യുവർ ഗ്രേവ് യാർഡ്. നമ്മുടെ ശരീരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ശ്മശാനത്തിലേക്കാണ്. അപ്പോൾ സമയമൊന്നും നമുക്കില്ല. നമ്മൾ സമയാസമയത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ. അപ്പോൾ 91-ാം ദശകത്തിൽ നാരായണീയത്തിൽ ആദ്യമായിട്ട് ഭഗവാനെ ശ്രീകൃഷ്ണ എന്ന് സംബോധന ചെയ്യുന്നത് 91-ാം ദശകത്തിൽ ശ്രീകൃഷ്ണ തത്പദോപാസനം അഭയതമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും ഒരു സ്ഥാപനം കൊണ്ടു നടക്കുന്ന സമയത്തായാലും സഞ്ചരിക്കുന്ന സമയത്തായാലും പല തരത്തിലുള്ളതായ ഭയചിന്തകളും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, എന്തിനാ ഭയപ്പെടുന്നത്? ഭയം ഗുരുവായൂരപ്പ കൂടെ ഉണ്ടല്ലോ എന്നുള്ള തരത്തിൽ. അതുകൊണ്ട് തന്നെ നാരായണീയ ഉപാസന, നാരായണീയ പാരായണം അല്ല ശരിക്കും വേണ്ടത്, നാരായണീയ ഉപാസന. സമ്പൂർണ്ണ നാരായണീയ പാരായണക്കാര്
വളരെ വേഗത്തിൽ വായിച്ചു നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കാണാറുണ്ട്, 3 മണിക്കൂർ കൊണ്ടോ 4 മണിക്കൂർ കൊണ്ടോ ഒക്കെ. അപ്പോൾ അവർ ചോദിക്കാറുണ്ട്, ഈ സമ്പൂർണ്ണ നാരായണി ഇങ്ങനെ വായിക്കേണ്ടതായിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, 1 ദശകമോ 2 ദശകമോ വായിച്ചാൽ തിരക്കേടൊന്നുമില്ല, ഒരാളും പറഞ്ഞിട്ടില്ല സമ്പൂർണ്ണമാവണമെന്ന്. ആ വായിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുക. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഗീത പറഞ്ഞ പോലെ ശ്രദ്ധയോട് കൂടിയിട്ട് ആവുന്നത്ര അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടാണെങ്കിൽ വിശേഷമായി. അതുകൊണ്ടാണ് നാരായണീയത്തിനെ പഠിക്കുക. പഠന്തോ നാമാനി എന്ന് പറഞ്ഞ പടതിപ്പാട് നാരായണീയത്തിൽ. ജപന്തോ നാമാനി എന്നല്ല പറഞ്ഞത്, പഠന്തോ നാമാനി. നിങ്ങൾ നാമം ജപിക്കുമ്പോൾ അതിന് അന്തരാർത്ഥത്തിനെ ഗ്രഹിച്ചുകൊണ്ട് വേണം പഠിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആവുന്നത്ര അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ നമുക്ക് ശ്രമിക്കുക. ഈ ഭാഗവതായാലും നാരായണിയായാലും ഒക്കെ തന്നെ. അതുപോലെ തന്നെ 69-ാം ദശകത്തിലേക്ക് വന്നാൽ രുക്മിണി സ്വയംവരം എന്നുള്ളൊരു ദശകത്തിൽ രുക്മിണി ദേവി ഒരു കത്തയക്കുന്നുണ്ട് ഭഗവാന്. ആ കത്തിൽ പറഞ്ഞേക്കുന്നത് ഭുവനസുന്ദരാന്നാണ് അഡ്രസ് ചെയ്യുന്നത്. അതിൽ പറഞ്ഞേക്കുന്നത് അവിടുത്തെ ഗുണങ്ങൾ എന്നെ സ്വാധീനിച്ചു എന്നാണ്, രൂപമല്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏത് ബന്ധങ്ങൾ, ഇതൊക്കെ മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏതൊരു ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കാൻ നോക്കുമ്പോഴും രൂപങ്ങളും മറ്റവസ്ഥകളും ഒന്നും നോക്കരുത്, അവരിൽ വർത്തിക്കുന്ന ഗുണങ്ങളെ നോക്കുക. ഗുണസംബന്ധമായിരിക്കുന്ന ബന്ധങ്ങളൊക്കെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ആ രുക്മിണിയുടെ വാക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ 87-ാം ദശകത്തിലേക്ക് വരുമ്പോൾ കുചേലവൃത്തം വരുന്നുണ്ട്. അവിടെ സുദാമ എന്ന അതിന് ശരിക്കുള്ള പേര്. ശരിക്ക് കുചേല എന്നുള്ള വാക്ക് ഭാഗവതത്തിലില്ല. അത് പിന്നീടുണ്ടായി ഇതാണെന്ന് പറയുന്നത് കുചേലനാമം തന്നെ. പട്ടതിപ്പാട് സുദാമനാമനാഥ എഴുതാൻ തുടങ്ങിയത്. പക്ഷെ ഗുരുവായൂരപ്പ പറയുന്നത് കേരളത്തിൽ സുദാമാവ് എന്ന് പറഞ്ഞാൽ അറിയില്ല, കുചേലൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അതുകൊണ്ട് കുചേലനാമ ഭവതസ്ഥതീർത്ഥ്യത എന്ന് എഴുതി വെച്ചു. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് ഭാര്യയുടെ പേര് ക്ഷാമ എന്നൊക്കെ പറയും ഭാഗവതത്തിൽ. പക്ഷേ കുചേലൻ്റെ ഭാര്യയ്ക്ക് പേര് കൊടുത്തേക്കുന്നത് സുശീല എന്നാണ്. അപ്പം ജീവിതത്തിൽ 2 തരത്തിലുള്ള ഭക്തന്മാരുണ്ടെന്നാണ് പറയുക സാധാരണ. ഒന്ന്, ഐശ്വര്യം നേടാൻ വേണ്ടി ഈശ്വരനെ ഭജിക്കുന്നവർ. ഒരു 90% ആൾക്കാരും പട്ടതിപ്പാട് നാരായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇച്ഛാമുഖത്തേന്ന്. ആർക്കും ഗുരുവായൂരപ്പനെ വേണ്ട, അദ്ദേഹത്തിൽ നിന്നും ഐശ്വര്യം നേടിയെടുത്താൽ മതി. ഇന്നിപ്പോൾ ഗുരുവായൂർ തൊഴാൻ പോകുമ്പോഴായാലും ശബരിമല തൊഴാൻ പോകുമ്പോഴായാലും നിങ്ങൾ ഓരോ ഭക്തന്മാരെ പരിചയപ്പെടുമ്പോൾ ചോദിച്ചു നോക്കി എന്തിനാ വന്നത് ചോദിച്ചാൽ പറയും, ചോറുകൊണ്ട് വന്നതാണ്, അല്ലെങ്കിൽ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ വക ഉദയാസ്ഥാന പൂജയ്ക്ക് വന്നതാണ്, എൻ്റെ വക ചുറ്റുവിളക്കിന് വന്നതാണ് എന്നല്ലാതെ കണ്ട് ഗുരുവായൂരപ്പനെ കാണാൻ വന്നവരാണെന്ന് പറയാൻ ആൾക്കാർ കുറവാണ്. ഭഗവാൻ പറയാറുണ്ട്, അത്രയും കതിരപ്പുഴം പിടിച്ച് പട്ടുകോണം കൊടുത്തുകൊണ്ട് ഞാൻ നിൽക്കാറുണ്ട്. ആരെങ്കിലും എന്നോട് വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്നു വിചാരിച്ചുകൊണ്ട് ആരും ചോദിക്കാറുള്ളൂ, ഞാൻ പോകാറുമില്ല. അപ്പം അതുകൊണ്ട് ഐശ്വര്യത്തിൻ്റെ പിന്നാലെ പോവുകയാണോ വേണ്ടത്, ഈശ്വരൻ്റെ പിന്നാലെ പോവുകയാണോ വേണ്ടത്? കുചേലൻ ഈശ്വരൻ്റെ പിന്നാലെ പോയി, സുശീല ഐശ്വര്യത്തിൻ്റെ പിന്നാലെ പോയി. അതുപോലെ തന്നെയാണ് കർമ്മബന്ധങ്ങൾ ഇല്ലാതാൻ വേണ്ടിയിട്ടാണ് ഈ കുചേലവൃത്തം ഭാഗവത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അവിരിപ്പിടി കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കർമ്മബീജത്തിനെ ദേവിച്ച് ഇടിച്ച് ചതച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ കർമ്മബന്ധത്തിന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുചേല ഉപാഖ്യാനം നമ്മൾ വായിക്കേണ്ടത്. ഈ ജന്മകർമ്മങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി മുക്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. 88-ാം ദശകത്തിലാണ് സന്താനഗോപാലം വരുന്നത് നാരായണീയത്തിൽ. പ്രധാനമായ വിഷയമാണ് അർജുനനെ കുറിച്ചുള്ളതായ ഒരു സംഗതി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസത്തെ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ പലരും കേട്ട് കഴിഞ്ഞു. എത്ര പേര് അതിലെ പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്? എനിക്ക് തോന്നുന്നില്ല ആരും നോട്ട് ചെയ്തിട്ടുണ്ടാവുന്നു. ഇന്നലെ കേട്ടത് ഇന്ന് പുതിയത് കേൾക്കുമ്പോൾ ഇന്നലത്തെ കാര്യം മറന്നു പോകാൻ സാധ്യതയുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഇങ്ങനത്തേനൊക്കെ വരുമ്പോൾ ഒരു ചെറിയ നോട്ട് ബുക്ക് കയ്യിൽ വയ്ക്കുക നല്ലതാണ്. കാരണം അതിലെ പ്രധാന പോയിന്റുകൾ നോട്ട് ചെയ്താൽ നമുക്ക് മനനം ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടത് പറയാൻ കാരണം എന്ന് വെച്ചാൽ 88-ാം ദശകത്തിൻ്റെ
സന്താനഗോപാലാണ് അവർ വരുന്നത്. എന്തുകൊണ്ട് സന്താനഗോപാലം നാടകം അവതരിപ്പിച്ചു എന്നാണെങ്കിൽ, മഹാഭാരത യുദ്ധം കഴിഞ്ഞ ശേഷം അർജുനൻ്റെ മനസ്സൊന്ന് മാറി. മഹാഭാരത യുദ്ധം ജയിച്ചത് തൻ്റെ പാശുപതാസ്ത്രം കൊണ്ടും ഗാണ്ഡീവം കൊണ്ടുമാണ്, തൻ്റെ കഴിവ് കൊണ്ടാണ് എന്നൊക്കെയുള്ളതായ അഭിമാനത്തിൻ്റെ ചെറിയൊരു ഭാവം അർജുനൻ കൂടി ഉണ്ടായി. നരന്മാരുടെ സ്വഭാവമാണ്, നരൻ്റെ അവതാരമാണ് അർജുനൻ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തതാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, ഞങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ക്ഷേത്ര ഭാരവാഹികൾ എന്ന് പറയാൻ പാടില്ല, ക്ഷേത്ര സേവകരെന്നേ പറയാൻ പാടുള്ളൂ. ക്ഷേത്രത്തിന് ഭാരം വഹിക്കുന്ന ഭഗവാനാണ്, സേവകരാ. പക്ഷേ എന്താ പറഞ്ഞു വരുന്നത്? ക്ഷേത്ര ഭാരവാഹികൾ, ഭാരം വഹിക്കുന്ന ഭഗവാനാണ്, ക്ഷേത്ര സേവകരാണ് അവർ ശരിക്കും വേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു അർജുനൻ കുറേകൾ. മാത്രമല്ല, തൻ്റെ കഴിവുകൊണ്ടാണ് മഹാഭാരത യുദ്ധം ജയിച്ചതും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്ന് നരനോടുള്ളതായ കാരുണ്യം കൊണ്ടും വാത്സല്യം കൊണ്ടും ഈ അർജുനനെ ഉദ്ധരിക്കണം, ഈ മാനസികാവസ്ഥയിൽ മാറ്റിയെടുക്കണം. കാരണം മഹാഭാരതത്തിൽ തന്നെ ഒരു ഭാഗത്ത് വെച്ചിട്ട് അർജുനൻ ചോദിക്കുന്നു ശ്രീകൃഷ്ണനോട്, ഭഗവത്ഗീത ഒരിക്കൽ കൂടി ഉപദേശിക്കാവുമോ? അപ്പോൾ പറയുന്നുണ്ട്, ആ സമയത്ത് ഞാൻ യോഗാവസ്ഥയിലായിരുന്നു, ഇനി അത് രണ്ടാമത് ആവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഭാരതത്തിൽ അനുഗീത എന്നൊരു ഗീതയുണ്ട്. ഗീതകൾ കുറേ ഉണ്ട്, അതിലൊന്നാണ് അനുഗീത. നമുക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ സപ്താഹത്തിലോ അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുന്ന സമയത്തോ താൽക്കാലികമായ ഒരു എന്താ പറയുക, ശ്മശാന വൈരാഗ്യം എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫിലോസഫി പറയാൻ വളരെ എളുപ്പമാണ്. മരണം സാധാരണമല്ലേ, നമുക്ക് മരിക്കാനുള്ളതല്ലേ, നമ്മൾ ദുഃഖമായിട്ട് പഠിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ആ വീടിൻ്റെ പടിയാണ് കടന്നു കഴിഞ്ഞാൽ ദുഃഖം മറക്കും, പഴയ പോലെയാവും. ഇത് തന്നെയാണ് ഈ സപ്താഹത്തിലും പ്രഭാഷണങ്ങൾക്ക് പങ്കെടുക്കുമ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ശരിയാണ് എന്നൊക്കെ തോന്നുന്നു. നമുക്ക് ഇതൊക്കെ മായാണെന്ന് വിചാരിച്ചോളൂ. പക്ഷേ ഇത് പടി കടന്നു കഴിഞ്ഞാൽ ശങ്കരൻ ഏക്കീനോട്ട് കോക്കനട്രി എന്ന് പറഞ്ഞ പോലെ അവതരിപ്പിക്കുക. അതുകൊണ്ടാണ് മഹാത്മാവ് പറഞ്ഞത്, 1000 പേര് പങ്കെടുത്തു കഴിഞ്ഞാൽ 5 പേരിലാണ് മാറ്റം ഉണ്ടാവുള്ളൂ. ഈ 5 പേർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു സംഗതി നടക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അടുത്ത പ്രഭാഷണം കേൾക്കാനിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ തമിഴ്നാട്ടിൽ ഒരു സപ്താഹം പറയുന്ന ഒരു അമ്മയുണ്ട്, വളരെ പ്രസിദ്ധമായ അമ്മ, ഞാൻ പേര് പറയുന്നില്ല. അവർ പറയും, എൻ്റെ സപ്താഹം ഒരു പ്രാവശ്യം കേൾക്കാൻ പാടുള്ളൂ, രണ്ടാമത് വരരുത്. എന്നാൽ ചോദിച്ചു പറഞ്ഞു, ഒരു പ്രാവശ്യം കേട്ടിട്ട് മാറാൻ സാധിച്ചില്ലെങ്കിൽ 10 പ്രാവശ്യം കേട്ടാൽ നിങ്ങൾ മാറില്ല. ശ്രദ്ധിച്ചോളൂ. ഇപ്പം നമുക്ക് തന്നെ ഇപ്പം എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഹൈന്ദവതയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടമാനം ശ്രമം ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രയ്ക്ക് നമുക്കതിൽ പുരോഗതി നേടാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ അത് സ്വയം വിശകലനം ചെയ്ത് നോക്കുക. അത് എവിടെ നിന്ന് തുടങ്ങണം? തൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന്, കുടുംബ ജീവിതത്തിൽ നിന്ന്, സമൂഹ ജീവിതത്തിൽ നിന്ന്. ഞാൻ പലപ്പോഴും ധരിച്ചിട്ടുള്ളത്, ഇപ്പോഴും നമ്മൾ വിഘടിച്ച് നിൽക്കുകയാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആധാരമായിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു ലീഡറെ നമുക്ക് കിട്ടില്ല. അത്രയും നല്ല ലീഡറാണ് ഭഗവാൻ. ഭഗവാന്റെ ക്വാളിറ്റീസ് മനസ്സിലാക്കുക, വ്യക്തിപ്രഭാവം മനസ്സിലാക്കുക. എന്നിട്ട് ഒരു ചെറിയ അംശമെങ്കിലും എനിക്ക് ദാനമായിട്ടോ അനുഗ്രഹമായിട്ടോ തരണേ ഗുരുവായൂരപ്പ എന്ന് പറയണം. അനുഗ്രഹമാകാമെന്ന സന്ദർഭം അനു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയാണ്. നമ്മളെ ഗ്രഹിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടു നടക്കുന്നു തുടർച്ചയായിട്ട് എന്നാണ് അനുഗ്രഹത്തിനെ വ്യാഖ്യാനിച്ച് പറയേണ്ടി വരിക. തുടർച്ചയായിട്ട് എൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാരായണീയത്തിനെ ആധാരഗ്രന്ഥമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കൽ സ്വാമി ചിന്മയാനന്ദയോട് ചോദിച്ചു. സ്വാമി ചിന്മയാനന്ദജി ഒരിക്കലും സപ്താഹം ചെയ്യാറില്ല, ഭാഗവതം പറയാറില്ല. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഡയറക്റ്റായിട്ട് കുറേ കേട്ടിട്ടുണ്ട്. എൻ്റെ താമസിക്കുന്നതിന് പ്രാവശ്യം ഭിക്ഷയ്ക്ക് വന്നിട്ടുള്ളത് ഞാൻ പ്രവാസിയായിരിക്കുന്ന കാലത്തൊക്കെ. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അവിടുന്ന് ഭാഗവതവും നിൽക്കാതെ ഭഗവത്ഗീതയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുത്തത്? അപ്പം അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ പ്രധാനമാണ്. മറ്റുള്ള ഗ്രന്ഥങ്ങളൊന്നും മോശമെന്ന് ഞാൻ പറയില്ല, ഒക്കെ നല്ലത് തന്നെയാണ്. ഭാഗവതം നല്ലതാണ്, എല്ലാ പുരാണങ്ങളും നല്ലതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നിയത് ഭഗവത്ഗീതയോടാണ്. കാരണം വല്ലാത്തൊരു നിഷേധിയായി ജനിച്ചു വളർന്ന ആളാണ് ബാലകൃഷ്ണ മേനോൻ.
അധികം ചെന്നിയാഴ്ചയായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു വലിയ നിമിത്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്കതൊക്കെ അറിയാം, കുറച്ച് ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, കർമ്മയോഗി ആവണമെങ്കിൽ ഭഗവത്ഗീത തന്നെ പഠിക്കണം. ഇന്നിപ്പോൾ പൊതുവെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയോഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. പണിയെടുക്കാൻ മടിയുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതുകൊണ്ട് കർമ്മയോഗ സിദ്ധാന്തത്തിനെ അവതരിപ്പിക്കണം. അതിനാണ് ഭഗവത്ഗീത. അല്ലാണ്ട് ഭക്തിയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, രാജയോഗമുണ്ട്, രാജവിദ്യ രാജയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്. 13-ാം അധ്യായം തൊട്ടൊക്കെ ജ്ഞാനയോഗം തുടങ്ങും. അപ്പം എല്ലാം ഉണ്ട് അതിൽ. പക്ഷേ ഭഗവത്ഗീത ഞാൻ പറയാറുണ്ട്, ഒരു കുടുംബത്തിലെ മാതാപിതാക്കളോ വരയവർത്തക്കന്മാർ ആരായാലും ഒരു ദിവസം ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും വായിക്കുക, അർത്ഥസഹിതം. അതുപോലെ നാരായണീയത്തിലെ ഒരു ശ്ലോകമെങ്കിലും വായിക്കുക, സാധിച്ചാൽ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. സൗന്ദ്രാനന്ദാപബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രഭാസ്യമാനം എന്ന് വെച്ചാൽ കാലദേശാവധിഭ്യം നിർമുക്തം എന്ന് ഒരുപാട് പറഞ്ഞത് കാലവും ദേശവും ഒന്നും ഗുരുവായൂരപ്പന് ബാധകമല്ല. എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ വിളിക്കാം, എവിടെ നിന്നും വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. പലപ്പോഴും ചോദിക്കാറുണ്ട്, രാത്രി സമയത്ത് ഭാഗവതം വായിക്കാമോ, രാമായണം വായിക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പറയും, എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ വായിച്ചോളൂ. കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ജോലിക്കാരും ഒക്കെ തന്നെയാണ്, സമയമില്ലാത്ത ആൾക്കാരാണ് അധികവും. ഞാൻ പറയും, ഈശ്വരൻ കാലദേശങ്ങൾക്ക് അതീതനാണ്, കാലവും ദേശവും ഇതിന് ബാധകമല്ല. ഇങ്ങനെ ഒരു ക്ലോസ്നെസ് വരുത്തുന്നത് നമുക്ക് ആരോടായിട്ട്? ഭഗവാനായിട്ട്. അതെനിക്ക് ഈ നാരായണീയത്തിൻ്റെ ഈ ഭക്തിപരമായ കാര്യം സംസാരിക്കുമ്പോൾ ഇരിക്കുന്നതായ ഈ സജ്ജനങ്ങളോട് ഒന്നേ എനിക്ക് പറയാമല്ലോ, പിടിച്ചോളൂ ഗുരുവായൂരപ്പൻ്റെ പാദത്തിനെ, ആശ്രയിച്ചോളൂ ദൈവത്തിനെ. കാരണം കേരളത്തിൻ്റെ അധിഷ്ഠാനമായി നിൽക്കുന്ന 3 അപ്പന്മാരെ പറ്റി പറയാറുണ്ട് ഞാൻ. 1 ഗുരുവായൂരപ്പൻ, 2 ഏറ്റുമാനൂരപ്പൻ, 3 അയ്യപ്പൻ. ഈ 3 അപ്പന്മാരാണ് കേരളത്തിനെ. അതുപോലെ മൂകാംബിക, കൊടുങ്ങൂർ ഭഗവതി, ആറ്റുകാൽ ഭഗവതി എന്നും പറയാറുണ്ട്. ഈ ശക്തിവിശേഷങ്ങളൊന്നും നിസ്സാരമല്ല. അതിൽ ഏറ്റവും പ്രധാനമാണ്, കഴിഞ്ഞ ദിവസവും കൂടി ഒരു വായിച്ച പോലെ ഏറ്റവും ശക്തമാണ് അത്രയും ഗുരുവായൂർ പരിസരങ്ങളൊക്കെ തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക, നാരായണീയെക്കുറിച്ച് പഠിക്കുക. പിന്നെ ഏത് ആപത്ത് വരുമ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുക, അത് മാറ്റിത്തരുവാണ്. എത്രയോ അനുഭവങ്ങൾ, എത്രയോ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ 1-2 അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഇഷ്ടം പോലെ ആൾക്കാർക്ക് നാരായണീയത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമാധാനം എന്നുള്ളത് ലോകത്തിൽ നിന്ന് കിട്ടില്ല. പ്രത്യേകിച്ച് ഗീത പറഞ്ഞിട്ടുണ്ട് അവിടെ, ദുഃഖാലയം അശാശ്വതം. ഈ ലോകം ദുഃഖാലയമാണ്, അശാശ്വതമാണ്. ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഭജിക്കൂ എന്നാണ് ഗീതോപദേശം പോലും. അപ്പം അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് സുഖം കിട്ടുന്നോ സന്തോഷം കിട്ടുന്നോ ഒന്നും ആരും വിചാരിക്കില്ല, കിട്ടില്ല. അത് കിട്ടിയാൽ അത് സുഖാഭാസം ആവും. അത് കുറച്ച് നേരത്തേക്ക് തോന്നും. നമ്മൾക്ക് സാധനം ലഡ്ഡു തിന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് മധുരം തോന്നുന്ന പോലെ തന്നെയല്ലോ. പക്ഷെ ആത്യന്തികമായ ആനന്ദാനുഭൂതി കിട്ടാനായിട്ട് ആത്മീയതയിലേക്ക് പ്രവേശിച്ച് നിവൃത്തിയുള്ളൂ. അത് ഒരു പുസ്തകം വായിക്കണമെന്ന് ഞാൻ പറയില്ല, ഒരു ഗ്രന്ഥം വായിക്കണമെന്ന് പറയില്ല. മാനസികമായിട്ട് ഭഗവാനോട് അടുപ്പമുണ്ടാക്കുക. അതുകൊണ്ടായിരിക്കാം ഒരു സമയം നാരായണീയ പാരായണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് സ്ത്രീജനങ്ങളാണ്. ഇവിടേക്ക് നമ്മുടെ തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ നമുക്ക് തന്നെ ഒരു നാരായണീയ ആശ്രമം ഇവിടെ തന്നെയുണ്ട്, ആറ്റുവായിലുണ്ട്, പാലക്കാടുണ്ട്, പിന്നെ ഒന്നും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് നാരായണീയ ഗുരുവായൂരപ്പ ആശ്രമം എന്ന് ഞാൻ വയ്ക്കുക. അപ്പോൾ എനിക്കും നാരായണീയം കയ്യിലെടുത്ത ശേഷം, പല വഴിക്കും സഞ്ചരിച്ച ശേഷം ഏതോ ഒരു നിമിത്തം കൊണ്ട് നാരായണീയം കയ്യിലെടുത്തു. പക്ഷേ അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സംഭവിച്ച മാറ്റങ്ങളെ എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തെക്കൻ കേരളത്തിൽ തന്നെ അമ്പലപ്പുഴ പലതരത്തിലും സപ്താഹം ഞാൻ ചെയ്യാറുണ്ട്, ഒക്കെ നാരായണീയ സപ്താഹം ചെയ്യാറുണ്ട്. അതോടുകൂടി തന്നെ അനേകം ആൾക്കാർക്ക് നാരായണീയത്തിലേക്കൊരു താല്പര്യം തോന്നി. ഈ ഇരിക്കുന്ന സർവ്വജനങ്ങളോടും എനിക്കും അത്രേ പറയാനുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ ഉണർത്തുപാട്ടാണ്. ഒരിക്കൽ ചോദിച്ചു ഗുരുവായൂരപ്പനോട് ഒരാൾ, ഭാഗവതമാണോ കൂടുതൽ ഇഷ്ടം നാരായണിയാണോ കൂടുതൽ ഇഷ്ടം ചോദിച്ചപ്പോൾ സ്വപ്നത്തിൽ പറഞ്ഞത്രേ, ആരോടും പറയണ്ട,
എൻ്റെ ഉണർത്തുപാട്ട് ശ്രീമദ് നാരായണീയം തന്നെയാണ്. എന്നെ ഉണർത്താൻ ഏറ്റവും നല്ലത് നാരായണീയം തന്നെയാണ്. അതുകൊണ്ട് അതിന് നിസ്സാരമായിട്ട് കാണണ്ട, വില കുറച്ച് കാണണ്ട. നാരായണീയ മഹാത്മ്യ ഗ്രന്ഥവും സമ്പാദിക്കാൻ ഞാനൊരു പുസ്തകം സാമ്പിളായിട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ പുസ്തകം. ഇത് ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ആശ്രമത്തിൽ കോൺടാക്ട് ചെയ്യുക, അവർ അയച്ചു തരും. അത് പഠിച്ചിട്ട് വേണം നാരായണീയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. എന്തുകൊണ്ട് അതിൽ അതിസുന്ദരമായൊരു അഷ്ടോത്തരമുണ്ട്. അപ്പം അതുകൊണ്ട് സമാധാനത്തിന് ഏറ്റവും നല്ല വഴി ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. വേറെ ഒരു വഴിയില്ല. നമ്മുടെ ബന്ധുജനങ്ങൾക്കോ മറ്റാർക്കും തന്നെയും ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഭഗവാന് മാത്രമേ പറ്റുള്ളൂ. കാരണം എല്ലാം അറിയുന്ന ഭഗവാനാണ് നമുക്ക് ആശ്രയമായിട്ടത്. നാരായണീയത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ വീണ്ടും പറയുകയാണ്, നരകവർണ്ണ നരകത്തിൽ പോവില്ല എന്ന് മാത്രമല്ല, മഹാഭാരതവും രാമായണവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ആ ഒരൊറ്റ ഗ്രന്ഥം എടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പഠിച്ച് ഫലം കിട്ടും. ഭഗവാനെ നമുക്ക് സ്വാധീനിക്കാം, ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. എല്ലാവരും കൂടി ഒന്ന് കൈ പൊക്കുക, ഇങ്ങനെ ഒന്ന് വിളിക്കാം. നമുക്ക് എല്ലാവരും കൈ പൊക്കി വിളിക്കണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനാം കാമവശ്യ ദ്യുതരു കിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധു ഹൃത്വാ വിശേഷതാവാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ അജ്ഞാത്വാ തേ മഹത്വം യതിക നിഗദിതം വിശ്വനാഥക്ഷമേധ സ്തോത്രം ചെയ്ത സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയ വേദാ നാരായണീയം ശ്രുതിഷു ചുരുഷ സ്തുത്യതാ വർണ്ണനേന സ്ഥിരം ലീലാവതാരേ ഇദമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരിശരണം ഓർക്കെ പറയൂ. ഹരിശരണം ഓർക്കെ പറയാമോ? ഹരിശരണം. എല്ലാവർക്കും ഭഗവദനുഗ്രഹം ഉണ്ടാവട്ടെ. ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്ന സംഘാടകരെ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. നന്ദി പറയേണ്ടത് ഗുരുവായൂരപ്പനോടാണ്. എപ്പോഴും പറയും, നന്ദി പറയേണ്ടത് ഗുരുവായൂരപ്പനോടും. പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുക, അനുമോദിക്കുക. അവർ പ്രവർത്തിച്ചുവല്ലോ, നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര എളുപ്പമൊന്നുമല്ല. എനിക്കറിയാതെ ഇങ്ങനെ സംഘടിപ്പിക്കുക എന്നുള്ളത് എളുപ്പമല്ലാത്ത കാര്യമല്ല, എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് ഇത്രയും വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ട് പോകുന്നതായ അവരുടെ ആ ഒരു ഉത്സാഹം അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്, അനുമോദിക്കുന്നത് തന്നെയാണ്. പക്ഷെ അതിലൊക്കെ ശക്തിയായി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ ഭഗവാനെ നമുക്ക് നന്ദി പറയാം. ഗുരുവായൂരപ്പനോട് എന്നെ ഇവിടെ എത്തിച്ചതും നിങ്ങളോട് രണ്ടു വാക്ക് പറയാൻ സാധിച്ചതും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഏവർക്കും അത് ലഭ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിശരണം. ഗുരുവായൂരപ്പ ശരണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കർമ്മവാക്കായജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധി ശ്രീമഹാദേവ ശംഭോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരിശരണം ഹരിശരണം ഹരിശരണം. ശ്രീകൃഷ്ണാർപ്പണമസ്തു.
പരമാർപ്പണമസ്തു. ശ്രീകാര്യ ഈ ആധ്യാത്മിക സദസ്സിൽ നാരായണീയ ഭക്തി, മാനസിക സമാധാനം